ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. തോറ്റിട്ടും ആവർത്തിക്കുന്ന വികസനവാദങ്ങളിലെ കറുത്ത അധ്യായമായിരുന്നു കേരയിൽ എന്ന പിണറായി സർക്കാരിന്റെ പദ്ധതി. ഓർക്കുന്നില്ലേ? ഷൊർണൂരിൽ നിന്നും കുടുംബശ്രീക്കാർക്ക് അപ്പവുമായി കൊച്ചിയിലേക്ക് പോയി ചൂടോടെ വിറ്റ് ഊണുകാലമാവുമ്പോൾ വീടെത്താവുന്ന സ്വപ്ന പദ്ധതി. അങ്ങനെ അപ്പം വിൽക്കാൻ നാടുനീളെ 6744 മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ച കാലം. അത് വീടിനു മുന്നിലും ഉമ്മറത്തും അടുക്കളയിലുമായി സ്ഥാപിച്ച കാലം. നാട്ടുകാർ പിഴുതെടുത്ത് ദൂരെ എറിഞ്ഞ മഞ്ഞക്കുറ്റികൾ തിരികെ സ്ഥാപിച്ച മന്ത്രിമാരുള്ള കാലം. 3000 ഏക്കർ ഭൂമിയാണ് പിണറായി സർക്കാർ സ്വപ്ന പദ്ധതിക്കായി ഏറ്റെടുക്കാനൊരുങ്ങിയത്. സമരക്കാരെ പൊതിരെ തല്ലി കേരയിൽ വരും കെട്ടോ എന്ന് പറഞ്ഞ കാലം. 1490 ദിവസങ്ങളായി സമരഭൂമിയിലുള്ളവർ ഇന്ന് സമാധാനമായി ഉറങ്ങും. VDS സർക്കാരിന്റെ 2ാം മന്ത്രിസഭായോഗ തീരുമാനവും ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ്. സമരകാലത്ത് അവരെ കണ്ട് അവരെ കേട്ട ശേഷം വന്ന ജനകീയ തീരുമാനമാണ്. ആശമാർക്ക് ഓണറേറിയത്തിന് പിന്നാലെ വന്ന മഞ്ഞക്കുറ്റി പിഴുതെറിയൽ പ്രതീക്ഷ നൽകുന്നതാണ്. അതിനിടയ്ക്ക് എറണാകുളം പാരിയത്തുകാവിൽ കോടതി ഉത്തരവുമായി വന്ന പട്ടികജാതി കുടുംബങ്ങളെ കുടിയിറക്കാൻ ബലം പ്രയോഗിച്ച പോലീസിനെ ഉടനടി വിളിച്ചു വിലക്കിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രതീക്ഷയാണ്. അപ്പുറത്ത് മുഖം കണ്ണാടിയിൽ നോക്കാൻ മകൻ ആവശ്യപ്പെട്ടുവെന്ന് തുറന്നു പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറിയും തിരുത്തുമെന്ന പ്രതീക്ഷയാണ്. തിരുത്തിയോ തുടക്കം എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും രാജു പി നായർ, CPM നിന്നും അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, കേരയിൽ വിരുദ്ധ സമരസമിതിയുടെ പ്രതിനിധി സിന്ധു ജെയിംസ്, ജയകുമാർ C, എക്സിക്യൂട്ടീവ് ഡയറക്ടർ തണൽ എന്ന സംഘടനയുടെ, ദാമോദർ പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ സമരസമിതി പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. സിന്ധു ജെയിംസ്, നിങ്ങൾക്ക് ഇത് 1490 ദിവസത്തെ സമരകാലം അവസാനിക്കുന്ന ദിവസമാണല്ലോ. നിങ്ങൾ ഈ കേരയിൽ പദ്ധതി പ്രഖ്യാപിച്ച കാലം, നിങ്ങൾ സമരം തുടങ്ങിയ കാലം, അപ്പോൾ അനുഭവിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാമോ? കേരയിൽ സമരകാലം 2022 മാർച്ച് 5-ാം തീയതി, മാർച്ച് 1-ാം തീയതി മുതൽ ഇവിടെ സമരം ആരംഭിച്ചു. ആ ദിവസം മുതൽ 5-ാം തീയതി വരെ ഏകദേശം 10-25 പേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തുകയും 5-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടി ബാക്കിയുള്ള 19 പേർക്കും ജാമ്യം കൊടുക്കുകയും എന്നെ മാത്രം റിമാൻഡ് ചെയ്ത് ട്രിവാൻഡ്രം അട്ടക്കുളങ്ങര ജയിലിൽ കൊണ്ടടക്കുകയും ചെയ്തു. അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട സജി ചെറിയാൻ നമ്മുടെ തൊട്ടടുത്ത അയൽവാസിയാണ്. കുടുംബവുമായി നല്ല ആത്മബന്ധമുള്ള ആളുമാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്നും പുറം ലോകം കാണിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയുമുണ്ടായി. എങ്കിലും ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ എനിക്ക് ജാമ്യത്തിന് വേണ്ടി ഇറങ്ങുകയും 8-ാം തീയതി തന്നെ എന്നെ ജാമ്യത്തിൽ ജയിലിൽ നിന്ന് ഇറക്കുകയും ചെയ്തു. പക്ഷെ അതിനുള്ളിൽ തന്നെ വളരെ ശാരീരിക മാനസിക പീഡനങ്ങൾ, പിന്നെ കൂടാതെ സൈബർ ആക്രമണങ്ങൾ, പല രീതിയിലുള്ള വിമർശനങ്ങൾ. കാരണം വീട് പോകുന്നതിനോ വസ്തു പോകുന്നതിനോ ഒന്നും അല്ല സമരം ചെയ്യാൻ ഇറങ്ങുന്നത്. ടയർ കമ്പനിക്കാർക്കും വേറെ ബിസിനസ് മാഗ്നറ്റുകൾക്കും വേണ്ടി കാശ് മേടിച്ചുകൊണ്ട് സമരം ചെയ്യുകയാണെന്നും ഇത് വെറും ഒരു പ്രഹസനമാണ് ഈ സമരമെന്നും ഒക്കെ ഉള്ള വിമർശനങ്ങൾ ഒരുപാട് അധികം നേരിട്ടു. ആ സമയം തന്നെ ഇവിടുത്തെ ഞങ്ങളുടെ പെൺകുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഇവിടുത്തെ ചെങ്ങന്നൂർ പോലീസ് പരസ്യമായി തന്നെ കുഞ്ഞുങ്ങളെ, പെണ്ണുങ്ങളെയും പെൺകുട്ടികളെയും സമരത്തിനകത്ത് വന്ന പെൺകുട്ടികളെയും ഡ്രസ്സുകൾ വലിച്ചു കീറുകയും യാതൊരു ഒരു ദയമില്ലാതെ, കണ്ണിൽ ചോരയില്ലാതെ വലിച്ചിഴയ്ക്കുകയും കന്നുകാലികളെ പിടിച്ച് വലിച്ചിഴയ്ക്കുന്നത് പോലെ വലിച്ചിഴയ്ക്കുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു. ആ ദിവസങ്ങളൊക്കെ ഞങ്ങൾ വളരെ ഭീതിയോടുകൂടിയാണ് ഇപ്പോഴും ഓർക്കുന്നത്. ഈ സമരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏടായിരുന്നു ഇത്, ചെങ്ങന്നൂരിലെ ആ സമരം. അതെ, ഇത് ചെങ്ങന്നൂര് മുളക്കുഴ പഞ്ചായത്തിൽ ആണ് ഈ സമരം നടന്നത്. ഇവിടെ 15-ാം തീയതിയോടുകൂടി കല്ലടിയിൽ ഇവിടെ അവസാനിപ്പിച്ചു. പിന്നെ അതിനുശേഷമാണ് കോട്ടയം ജില്ലയിലെ മാടപ്പള്ളിയിലേക്ക് അവർ പോയത്. അവിടെ കല്ലിടാൻ ശ്രമിച്ചു. പക്ഷെ അവിടെയും എന്ത് ചെയ്തു, സമരക്കാർ ശക്തമായിട്ട് അവിടുത്തെ വനിതകൾ പ്രതികരിക്കുകയുണ്ടായി.
അവിടെ അവർക്കെതിരെ വളരെ ക്രിമിനൽ ഒഫൻസ്, എനിക്കെതിരെയും ക്രിമിനൽ കേസുകളാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ ഏകദേശം 13 കേസുകൾ 1400 രൂപ വീതം അദാലത്തിൽ അടച്ച് ആ കേസുകളൊക്കെ സെറ്റിലാക്കി. ഇനിയും ഞാൻ കോടതിയിൽ കയറി അന്വേഷിച്ചപ്പോൾ പറയുകയുണ്ടായി, ഇനിയും കുറേ കേസുകൾ എൻ്റെ പേരിൽ ഇട്ടിട്ടുണ്ട്, ലക്ഷങ്ങളുടെ കേസുകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സർക്കാരിൻ്റെ പൊതുമുതൽ നശിപ്പിച്ചു. ഞാൻ സത്യം പറയാൻ കേരള ജനതയെ സാക്ഷി നിർത്തി, സമരസമിതിയെ സാക്ഷി നിർത്തി, ഒരു കല്ല് പോലും പോലീസ് ഇട്ട ഒരു കല്ല് പോലും ഊരിയില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. കാരണം 48 കിലോ ഉണ്ട് ഒരു കല്ല്. ആ കല്ലൊന്നും ഞങ്ങളെ കൊണ്ട് പിടിച്ചാൽ പൊങ്ങുന്ന കല്ലല്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ശ്രമിച്ചില്ല എന്നല്ല, ശ്രമിച്ചെങ്കിലും അത് നമ്മളെ കൊണ്ട് നടക്കാത്ത കേസായതുകൊണ്ട് ഒരു കല്ല് പോലും ഊരിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇതുപോലുള്ള ക്രിമിനൽ കേസുകൾ, കള്ളക്കേസുകൾ എടുത്തിരിക്കുന്നത്. വളരെ ഭീതിജനകമായ ആ സാഹചര്യത്തിൽ നിന്ന് 2021 മുതൽ ഞങ്ങൾ ഒരു ക്രിസ്തുമസ് ആകട്ടെ, ഒരു വിഷു ആവട്ടെ, ഒരു ഓണമാകട്ടെ, ഒരു കല്യാണമാകട്ടെ, ഞങ്ങൾ സമാധാനത്തെ ഉണ്ടിട്ടില്ല, ഞങ്ങളുടെ വീടുകളിൽ ഉറങ്ങിയിട്ടില്ല. ആ സാഹചര്യത്തിൽ നിന്ന് ഈ 2026 പുതിയ മന്ത്രിസഭ വന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനോട് ഹൃദയം നിറഞ്ഞ 1000 നന്ദിയും സ്നേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും. അത് ഇന്ന് തുടങ്ങിയതല്ല, കേരളയിൽ സമരം തുടങ്ങി ഞങ്ങൾ പീഡനങ്ങൾ അനുഭവിച്ച കാലം തൊട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ സർക്കാർ ഇറങ്ങണം എന്നുള്ളത്. കാരണം ഇപ്പോൾ ഇദ്ദേഹം കയറി ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ആശാ വർക്കർമാരെ പരിഗണിച്ചു, അതുപോലെ തന്നെ അവിടുത്തെ സ്കൂളിലെ പാചക തൊഴിലാളികളെ പരിഗണിച്ചു. സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ തൊഴിലാളി സംരക്ഷണം എന്നതൊരു വലിയ കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യം കൃത്യമായി ചെയ്ത കൂട്ടത്തിൽ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാവപ്പെട്ട എന്നെ പോലുള്ള ഒരുപാട് വീട്ടമ്മമാരുടെ കണ്ണുനീരിനെ കണ്ട് ഈ പദ്ധതി പിൻവലിക്കാൻ കാണിച്ച ആ നല്ല മനസ്സിന് അഭിവാദ്യങ്ങൾ, ഹൃദയം നിറഞ്ഞ നന്ദി. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരാവശ്യമില്ലാത്ത ഒരു പ്രഹസനത്തിന് വേണ്ടിയോ ചെയ്ത ഒരു സമരമല്ല. ഇത് നീതിയാണ്. ഞങ്ങൾക്ക് നീതി ലഭിച്ചിരിക്കുന്നു. അതാണ് നീതി സമരമാണ്, അല്ല അതിജീവന സമരമായിരുന്നു ഞങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ വീടുകളിൽ ഉറങ്ങണം, ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൽ ജീവിച്ചു മരിക്കണം എന്നുള്ളത്. അത് ഓരോ വ്യക്തികളുടെയും അവകാശമാണ്. അപ്പോൾ വേറെ രീതിയിലൊക്കെ ഒരുപാട് സൈബർ ആക്രമണങ്ങളും ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിച്ച ആ സമയത്ത് നിന്ന് ഇന്നത്തെ പകൽക്കാലത്ത് ഞാൻ ഒരുപാട് ആ ഒരു പ്രഖ്യാപനം കേട്ടപ്പോൾ തന്നെ ഒരുപാട് എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ കരയാനിടയായി തീർന്നു. അത് എൻ്റെ സന്തോഷം കൊണ്ടാണ്. ഞാൻ ചാനലിലൊക്കെ അത് രാവിലെ റിപ്പോർട്ടർ ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു, അവരോടൊക്കെ ഞാൻ എൻ്റെ ആ ഒരു സന്തോഷം പങ്കിട്ടു. ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിലെ തങ്കമ്മ എന്ന് പറയുന്ന അമ്മയ്ക്ക് ഞങ്ങൾ പറഞ്ഞോളൂ, പൂർത്തിയായിക്കോളൂ. പാവപ്പെട്ട ഒരു തങ്കമ്മ എന്ന് പറയുന്ന വിധവയായ ഒരു അമ്മയ്ക്ക് ഞങ്ങൾ കേരളയിൽ വിരുദ്ധ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു വീടും 2023 ഫെബ്രുവരി 24 അത് ഇനാഗുറേഷൻ ചെയ്തു. ശരി സിന്ധു, ഏതായാലും ആശ്വാസകരമായ ദിനമെന്നാണ് സമരസമിതിയുടെ പ്രതിനിധി പറയുന്നത്. ഞാൻ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാറിലേക്ക് പോകുന്നു, CPM പ്രതിനിധി. അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ഇപ്പോൾ ജനത്തിന് വേണ്ടാത്ത വികസനവുമായി സർക്കാർ മുന്നോട്ട് വന്നാൽ ജനം അത് പിന്തള്ളും എന്നതിന്റെ സൂചനയായിട്ട് ഇതിനെ കാണണ്ടേ? ഇപ്പോൾ VD സർക്കാർ വന്ന രണ്ടാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി വരുന്നു, കേരയിൽ പദ്ധതി അത് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം വരുന്നു. എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കുന്നത്? കേരളത്തിൽ തുടർന്ന് എന്തെല്ലാം നടക്കണം, വികസനത്തിൻ്റെ കാര്യത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ നടക്കണ്ട എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ മാൻഡേറ്റാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ജനങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ തർക്കമുണ്ടായിരുന്ന ചില വികസന പദ്ധതികളെ സംബന്ധിച്ച് ക്യാബിനറ്റ് കൂടി കേരളത്തിലെ സർക്കാർ തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇത് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മാത്രം നോക്കിക്കാണാതെ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു വിഷനോടുകൂടി, കാഴ്ചപ്പാടോടുകൂടി ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ദേശീയപാത 66-ൻ്റെ പ്രാരംഭഘട്ടത്തിൽ, ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഘട്ടത്തിൽ അതിശക്തമായ സമരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ്റെ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതേ രൂപത്തിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല വികസന പ്രവർത്തനങ്ങളും സാധ്യമാകുന്നതിന് വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ കാലാകാലങ്ങളിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്.
ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ പണി ആരംഭിച്ചിട്ടുള്ള വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വരികയാണെങ്കിൽ അതിനെ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെ കേരളത്തിൻ്റെ വികസന സാധ്യതകളുമായി ഇപ്പം നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താണ്, നമ്മൾ സിംഗപ്പൂരിന് തുല്യമായി പോകണം, അല്ലെങ്കിൽ ഗൾഫ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തുല്യമായി നമ്മുടെ വികസന സാധ്യതകൾ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്ന ഘട്ടത്തിൽ ചില വികസനവുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് എക്സ്പേർട്സ് പറയുന്ന ഘട്ടത്തിൽ അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇവിടെ അതാണ് തടസ്സം നിൽക്കുന്നത് എന്ന രൂപത്തിലാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഇത് ചേർത്ത് വായിക്കുമ്പോൾ ഇത് തമ്മിൽ തികഞ്ഞ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് എന്തായിരുന്നാലും ശരി, അവർക്ക് കിട്ടിയ മാൻഡേറ്റ് അനുസരിച്ച് അത്തരമൊരു പദ്ധതി ഇനി കേരളത്തിൽ നടപ്പിലാക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ മാറുന്ന കാലഘട്ടത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി നമ്മൾ നോക്കുമ്പോൾ ഒരു അതിവേഗ ട്രെയിൻ എന്നുള്ളത് എന്തായിരുന്നാലും ശരി കേരളത്തിൽ യാഥാർത്ഥ്യമാകും. അത് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പുതിയ പഠനങ്ങളും മറ്റു കാര്യങ്ങളും നടക്കും എന്നാണ് ഞാൻ മറ്റു മാനദണ്ഡങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു സ്വതന്ത്രമായ കാഴ്ചപ്പാടിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ, ഒരു വികസന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് ടി സുരേഷ് കുമാർ, നിങ്ങളിപ്പോൾ തെറ്റുതിരുത്തുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ നിന്നൊക്കെ വരുന്ന വിമർശനങ്ങൾ, അതിനെ ഉൾക്കൊള്ളുന്ന പാർട്ടി സെക്രട്ടറി, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കാഴ്ചയായി നിൽക്കുന്നത്. അതിൽ ഈ സമരകാലത്ത് സമരക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ, അല്ലെങ്കിൽ നിങ്ങളിൽ ചിലർ നടത്തിയ പ്രതികരണങ്ങൾ അത് തെറ്റായി പോയി എന്ന ഒരു കുറ്റസമ്മതത്തിലേക്ക് ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? കാരണം സമരക്കാരെ തീവ്രവാദികളെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിന്ധു പറഞ്ഞതുപോലെ ടയർ കമ്പനി മുതലാളിമാരിൽ നിന്നും പണം വാങ്ങി നടത്തുന്ന സമരമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ വീട്, അവരുടെ സ്ഥലം, അവർ ജോലി ചെയ്തുണ്ടാക്കിയ ഒരു ഇത്തിരി ഇടമൊക്കെ ആയിരിക്കും, അതിനുവേണ്ടി നടത്തിയ സമരമാണ്. അത് അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് ഈ സമയത്ത് നിങ്ങൾ എത്തുന്നുണ്ടോ? സ്മൃതി രണ്ട് ഘട്ടമായിട്ടാണ് സ്മൃതിയുടെ ചോദ്യത്തെ എടുക്കേണ്ടത്. ഒന്ന്, തെറ്റ് തിരുത്തുന്ന സന്ദർഭമാണ് എന്ന രൂപത്തിൽ പറഞ്ഞു സ്മൃതി. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണരുത്. 1957 മുതൽ എല്ലാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചും വളരെ കൃത്യമായിട്ടുള്ള പരിശോധന ഇൻറ്റേണലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്താറുണ്ട്. അതതിനകത്ത് വന്നുപോയിട്ടുള്ള കുറവുകളെ സംബന്ധിച്ച് നമ്മൾ ഭൂരിപക്ഷ സീറ്റുകളിൽ ജയിക്കുമ്പോഴും പരാജയപ്പെട്ട സീറ്റുകളിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള വസ്തുനിഷ്ഠമായ പരിശോധന, അതിനകത്ത് ചർച്ചകൾ നടക്കും, വിമർശനം നടക്കും, സ്വയം വിമർശനം നടക്കും. എനിക്ക് ഏതൊക്കെ രൂപത്തിൽ എന്നെ ചുമതല ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിച്ചു എന്നതിനെ സംബന്ധിച്ച് വളരെ സ്വയം വിമർശനപരമായി ഞാൻ ചർച്ച ചെയ്തതിന് ശേഷം വന്നുപോയിട്ടുള്ള തെറ്റുകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കും. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കുന്ന നടപടിക്രമമാണ്. അത് ഞങ്ങൾ തെറ്റ് പരസ്യമായി ഏറ്റുപറഞ്ഞു നടക്കുന്നു എന്ന രൂപത്തിലേക്ക് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഈ ചർച്ചയെ സംബന്ധിച്ച് ഡി സുരേഷ് കുമാർ, ഞാൻ ഈ പരസ്യമായി നിങ്ങൾ വിളിച്ചു പറഞ്ഞു നടക്കണമെന്നല്ല. നിങ്ങൾ പാർട്ടിക്കകത്ത് നിങ്ങൾ സഖാക്കളോടാണല്ലോ സംസാരിക്കുന്നത്. പാർട്ടി കമ്മിറ്റികളിൽ നിങ്ങൾ സംസാരിക്കുന്നത് ജനങ്ങളെ കൂടി അറിയിക്കേണ്ടതുണ്ടല്ലോ. നിങ്ങൾ ഒരു പിഴവ് തിരുത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പോകാനാവുക. അടച്ചിട്ട മുറിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ജനം അറിയേണ്ടതില്ല എന്ന രൂപത്തിൽ എന്ന് പറയുമ്പോൾ അതൊരു തിരുത്തലാവുന്നില്ലല്ലോ. അല്ലല്ല, അത് എല്ലാ പാർട്ടി കമ്മിറ്റികളും കഴിഞ്ഞതിന് ശേഷം സംസ്ഥാന സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിമാരോ ഒക്കെ തന്നെ ഇതിനെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി ബ്രീഫിംഗ് നടത്താറുണ്ട്. അതുമാത്രമല്ല, പാർട്ടി വേദികളിൽ പറയേണ്ടുന്ന കാര്യങ്ങൾ അവസാനത്തെ പാർട്ടി മെമ്പർമാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടി റിപ്പോർട്ടിങ്ങായി ആ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ, നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായ റിപ്പോർട്ടിംഗ് നടത്തുന്ന പാർട്ടിയാണ്. പിന്നീട് പൊതുജനങ്ങളോട് ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് നേട്ടങ്ങളെക്കുറിച്ച്, കോട്ടങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇതൊക്കെ സ്മൃതിക്ക് അറിയാത്തതല്ല. അങ്ങനെ വളരെ ഇതിന് ഓരോ ഘട്ടമുണ്ട്. ആ ഘട്ടം വളരെ കൃത്യമായി നിറവേറ്റി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. രണ്ടാമത് ചോദിച്ചൊരു കാര്യത്തെ സംബന്ധിച്ച്, ഇവിടെ നടത്തിയ സമരങ്ങളിൽ ഇപ്പോൾ ഇവിടെ പങ്കെടുത്ത സഹോദരിയെ സംബന്ധിച്ച് വ്യക്തിപരമായി അതിനെ സംബന്ധിച്ച് എനിക്ക് വസ്തുനിഷ്ഠമായിട്ട് എനിക്ക് അറിയില്ല. എന്തായിരുന്നാലും ശരി, അങ്ങനെ ഇപ്പോൾ ടയർ കമ്പനിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലല്ല, അദ്ദേഹം ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാൻ അനുവദിക്കുമോ? അദ്ദേഹത്തിന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ നമ്മുടെ ചർച്ചാവേളയിൽ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിനെനിക്കൊരു ആപ്റ്റായി മറുപടി പറയാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ സമരങ്ങളെ സംബന്ധിച്ച്, സമരങ്ങളെ മോശപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് ഇവിടെ അങ്ങനെ ഒരു ചരിത്രമുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ളത് ആരാണ് സ്മൃതി? ഇവിടെ ഇരിക്കുന്ന സഹ പാനലിസ്റ്റുകൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ചാത്തൻ മാസ്റ്റർ മന്ത്രിയായപ്പോൾ
ചാത്തൻ ചേറ് കിളക്കട്ടെ, ചാക്കോ നാട് ഭരിക്കട്ടെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ആളുകളാണ് ഇപ്പൊ ഇതിന്റെ എല്ലാം സംരക്ഷകരായി രംഗത്ത് വരുന്നത്. നിങ്ങളുടെ സമരകാലം നിങ്ങൾ മറന്നുപോയി എന്നുള്ളിടത്താണ് ഈ പ്രശ്നം വന്നത്. നിങ്ങൾ ഭരിക്കുന്ന കാലമായിരിക്കും നിങ്ങൾക്ക് മറ്റൊരു ശരീരഭാഷയും മറ്റൊരു രീതിയും. ഇപ്പോൾ ശരീരഭാഷ തന്നെ മാറ്റേണ്ടതുണ്ട് എന്ന് ഞാനത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം എം വി ഗോവിന്ദൻ അങ്ങനെ ഒരു വിലയിരുത്തലേക്ക് സ്വയം വരികയാണ്. എന്റെ ശരീരഭാഷ മോശമായിരുന്നു, വാർത്താ സമ്മേളനങ്ങളിലെ എന്റെ രീതി മോശമായിരുന്നു എന്നൊരു തിരുത്തൽ അദ്ദേഹം നടത്തിയതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലും രണ്ട് ഘട്ടമുണ്ട്, ഞാനത് പറയാം. ഒന്ന്, സമരങ്ങൾ ഞങ്ങൾ മറന്നുപോയി എന്ന് പറഞ്ഞു. കേരളത്തിന് വേണ്ടി കേരളത്തിന് അർഹതപ്പെട്ട കേരളത്തിൻ്റെ വിഭവ നിരസിക്കലിന് ബോധപൂർവം നിരസിച്ചപ്പോൾ, അത് തരില്ല എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, ക്യാബിനറ്റ് മന്ത്രിമാർക്ക്, MLA-മാർക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രം ഡൽഹിയിൽ സമരം ചെയ്യേണ്ടി വന്നൊരു കാലഘട്ടമാണ് ഞങ്ങൾ ഭരിക്കുമ്പോഴും ഞങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നത് സ്മൃതിക്ക് അറിയാഞ്ഞിട്ടല്ല. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ആർക്കാണ് ഇങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുക? ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, ഞങ്ങളെല്ലാം നേടിയവരാണ്, ഞങ്ങൾ എല്ലാത്തിനും അതീതരാണ് എന്ന് സ്വയം മേനി നടിക്കുന്ന ആളുകൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ജനങ്ങളുടെ മനസ്സറിഞ്ഞ സ്വയം വിമർശനപരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാനൊന്ന് പറയട്ടെ. ഇന്നലെ ഇപ്പോൾ 19-ആം തീയതി സത്യപ്രതിജ്ഞ നടന്നു. ആ സത്യപ്രതിജ്ഞ നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ 937 നിരസിച്ച വന്ദേ മാതരം അവിടെ പൂർണ്ണമായും ചൊല്ലി. അതിനൊരു വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രം ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത് അവസാനിപ്പിച്ചു. അല്ല, ഒരു വരി ഞാൻ പറഞ്ഞ് പൂർത്തീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഇന്നലെ വരെ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാരും അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വന്ന് നിരുപാധികം നടന്നുപോയത് തെറ്റാണ് എന്ന് ഏറ്റുപറയേണ്ടതായി വന്നു. എത്ര മാധ്യമങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ ബോധപൂർവം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. നേരത്തെ അറിവുണ്ടായിരുന്നില്ല മുഴുവൻ വന്ദേ മാതരം പാടുമെന്നുള്ളത്. ആ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി എങ്ങനെയാണ് അത് വേണ്ട എന്ന് പറയുക എന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അറിവില്ലായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. അപ്പോൾ എവിടെയാണ് കള്ളമെന്ന് ശ്രീ രാജു പി നായർ വിശദീകരിക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല, പക്ഷെ അതിലേക്ക് കൂടി മറുപടി അദ്ദേഹത്തിന് പറയാവുന്നതാണ്. ശ്രീ രാജു പി നായർ, ഒരു സമരകാലം അവസാനിക്കുന്നു. 1690 ദിവസത്തെ സമരമാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ സമരകാലം അവസാനിക്കുമ്പോൾ ഈ സമരകാലത്ത് സമരപ്പന്തലിൽ ചെന്ന് സമരക്കാരെ കണ്ട് അവർക്ക് പറയാനുള്ളത് കേട്ട നേതാവ് കൂടിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു തീരുമാനമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? അങ്ങനെയെങ്കിൽ വിവിധ സമരങ്ങളുമായി ബന്ധപ്പെട്ട തുടർ തീരുമാനങ്ങളും പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ ആശാ വർക്കർമാരുടെ ഓണറേറിയം കൂട്ടിയത് ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. തൊട്ടു പിന്നാലെ വന്നിരിക്കുന്നത് കെയ്റയിൽ മഞ്ഞക്കുറ്റികൾ പിഴുതെറിയാവുന്ന തീരുമാനം എന്നുള്ളത്. അതൊരു ചെറിയ തീരുമാനമല്ല. ശ്രീ രാജു പി നായർ. ഞാനതിലേക്ക് എത്താൻ മുമ്പ് ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ ഒറ്റ മറുപടി, അദ്ദേഹം എവിടെ നിന്നാണ് ഭാവനയിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളെല്ലാവരും അത്തരത്തിലുള്ള സംഭവം നടന്നില്ല എന്ന് ഞാൻ ഇന്നലെ പങ്കെടുത്ത ചർച്ചയിൽ വളരെ വിശദമായിട്ട് ഈ വന്ദേമാതരം ചൊല്ലിയ സംഭവത്തെക്കുറിച്ച് ഞാൻ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും നേതാവ് അതിൽ നിന്ന് അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞെന്നൊക്കെ അദ്ദേഹം പറയുന്ന ഏതോ ഭാവനയാണ്. ഈ ഭാവനാ ലോകത്ത് നിന്നൊക്കെ പുറത്തു വരണം. അത് തന്നെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് രാജ്ഭവൻ സംഘടിപ്പിച്ച പരിപാടിയാണ്, ഞങ്ങൾക്ക് അതിനകത്തില്ല, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇത് അറിയുന്നത്, കേൾക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 2026 ജാനുവരി 26-ാം തീയതി ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഗവർണർമാർ നടത്തുന്ന എല്ലാ പരിപാടികളിലും ഈ ഗാനം പൂർണ്ണമായി ആലപിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സർക്കുലറുണ്ട്. ആ സർക്കുലറാണ് തമിഴ്നാടും കേരളത്തിലും ഒക്കെ നടപ്പാക്കിയത്. അപ്പോൾ അതിനെതിരായിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുണ്ട്. കോടതിയിൽ ആ കേസ് നിലനിൽക്കുന്നുണ്ട്. വന്ദേ മാതരത്തെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ നടന്ന ചർച്ചയിൽ ഞങ്ങളുടെ 1937 മുതലുള്ള നിരന്തരമായ നിലപാട് തന്നെ ഞങ്ങൾ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെല്ലാമാണ് അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. ദയവേത് ഒരു സർക്കാരിനെ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വിമർശിക്കാൻ വേണ്ടി വിമർശിക്കരുത് എന്ന് ഞാൻ സുരേഷ് കുമാറിനോട് വിനയത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, സ്മൃതി, കേരളത്തിൽ ഇന്ന് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ചുമതല ഏറ്റിരിക്കുന്നത് ജനങ്ങളുടെ ഗവൺമെൻറ്റാണ്. ആ ജനങ്ങളുടെ ഗവൺമെൻറ്റായിട്ട് മാറിയത് ജനങ്ങളുടെ സങ്കടങ്ങളും കഴിഞ്ഞ സർക്കാരിൻ്റെ സമരത്തിൽ ഞാൻ പങ്കാളിയായ ആളാണ്. ഞാൻ അവിടുത്തെ ഈ മഞ്ഞക്കുറ്റി എടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞതിൽ ഒരാൾ ഞാൻ കൂടിയാണ്. അപ്പം ഞങ്ങളെല്ലാം ആ സമരത്തിൻ്റെ ഒപ്പം നിന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം
ആ വിശ്വാസം അവരുടെ ദുരിതങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം കാണുമെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആയിരിക്കും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളത് ഞങ്ങളുടെ പ്രയോറിറ്റിയാണ്. അത് തീർച്ചയായിട്ടും ഓരോ തീരുമാനങ്ങളിലും അതുണ്ടാവും. പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും വലിയ മുൻഗണന എന്താണെന്ന് മഹാത്മാഗാന്ധിയോട് ചോദിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത് സമൂഹത്തിലെ ഏറ്റവും അവസാനത്തെ മനുഷ്യൻ്റെയും കണ്ണുനീര് തുടയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുൻഗണന എന്നുള്ളത്. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചോളം, ഈ വി ഡി സതീശൻ സർക്കാരിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന സാധാരണക്കാരായ മനുഷ്യരുടെ ദുരിതത്തിനും അറുതി വരുത്തുക, അവരുടെ കണ്ണീരൊപ്പുക എന്നുള്ളത് തന്നെയാണ്. അതെല്ലാ തീരുമാനങ്ങളിലും അത് അതോടൊപ്പം തന്നെ ശ്രീ രാജു പിതാരി, പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഈ ഒരു സംഭവത്തിൽ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കേരയിൽ ഇതാ നിങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു, ആ പദ്ധതി വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. പക്ഷേ പകരമെന്ത് എന്നൊരു ചോദ്യം CPM നേതാക്കളിൽ നിന്ന് വരുന്നുണ്ട്. തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾ ചോദിക്കുന്നുണ്ട്. പകരമെന്ത്? ഇപ്പോൾ ഈ നാടിന്റെ വികസനം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, വേഗം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാം വേഗത്തിൽ വേണമല്ലോ, എല്ലാ കാര്യങ്ങളും വേഗവും ചുരുക്കിയതുമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ വേഗത്തിനൊപ്പം എങ്ങനെയാണ് ഈ പുതിയ സർക്കാർ നീങ്ങുക? ആ വേഗത്തിനൊപ്പം നീങ്ങുമ്പോൾ അതെങ്ങനെയാണ് ജനപക്ഷത്തു നിന്നുള്ള വേഗമാവുക? പദ്ധതിയുണ്ടോ നിങ്ങളുടെ മുന്നിൽ? ഒരു സംശയവും വേണ്ട. അത് നമ്മുടെ കണക്ടിവിറ്റി, നമ്മുടെ വേഗത എന്നുള്ളതൊക്കെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള വിഷയങ്ങൾ തന്നെയാണ്. ആ വേഗതയും അല്ലെങ്കിൽ നമ്മുടെ കണക്ടിവിറ്റിയും എല്ലാം പ്രകൃതിയെ ഏറ്റവും മിനിമം ആഘാതമുണ്ടാക്കിക്കൊണ്ട് നമുക്ക് സാമ്പത്തിക ബാധ്യത കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ, അത് കേവലം കേരളത്തിലേക്ക് മാത്രമല്ല സമീപ സംസ്ഥാനങ്ങളിലേക്കും മെട്രോ നഗരങ്ങളിലേക്കും മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്കും എല്ലാം കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വിശാലമായിട്ടുള്ള ഹൈസ്പീഡ് പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾക്ക് ചർച്ച ചെയ്യാം. അതിനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ തന്നെ പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അതിൽ ഏതാണ് നടപ്പാക്കാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ച് സർക്കാർ പരിഗണിക്കും, അത് നടപ്പാക്കും. ഞങ്ങളെ സംബന്ധിച്ചോളം ജനങ്ങളുടെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും എന്താ പറയുക, ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചോയ്സ് നമ്മുടെ നാടിൻ്റെതാവണം എന്നുള്ളത്. ഇപ്പോൾ സുരേഷ് കുമാർ ഇവിടെ പറഞ്ഞതിൽ വലിയൊരു അബദ്ധധാരണയുണ്ട്. നമ്മൾ സിംഗപ്പൂർ ആക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയുന്ന പൊലിപ്പിക്കുന്ന വാക്കുകളാണ്. സിംഗപ്പൂരിൽ നടക്കുന്നതെല്ലാം ഇവിടെ കൊണ്ട് നടപ്പാക്കാനുള്ള ഉദ്ദേശം. പകരം കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക്, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക്, കേരളത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ഒരു മോട്ടീവ് അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ ഉദ്ദേശം, ആ ഉദ്ദേശം നടപ്പാക്കുക എന്നുള്ളതാണ്. ഒരു കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന LDFന് സംഭവിച്ചു പോയത് ഇതെല്ലാം മറ്റെന്തോ പറഞ്ഞുകൊണ്ട് നടപ്പാക്കാൻ ശ്രമിച്ചതിൻ്റെ പ്രശ്നമാണ്. സിംഗപ്പൂർ ഇങ്ങോട്ടേക്ക് കൊണ്ടൊന്ന് സ്ഥാപിക്കാം എന്ന് വിചാരിച്ചു. അവിടെ കേരളത്തിൻ്റെ പരിസ്ഥിതി എന്താണെന്ന് മറന്നു, കേരളത്തിൻ്റെ ജോഗ്രഫി എന്താണെന്ന് പറഞ്ഞു, കേരളത്തിൻ്റെ നമ്മുടെ ഒരു ടെറൈൻ എന്താണെന്നുള്ളത് മറന്നു, നമ്മളുടെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് പറഞ്ഞു. പക്ഷേ അതിനെല്ലാം അപ്പുറം ചില സാമ്പത്തിക താല്പര്യങ്ങളോടുകൂടി എങ്ങനെയെങ്കിലും ഈ പദ്ധതി നടപ്പാക്കുക എന്നുള്ളതിലേക്ക് പോയി. അത് തീർച്ചയായിട്ടും ഈ സർക്കാരിനെയും CPMനെയും സംബന്ധിച്ചോളം വലിയ നാണക്കേട് ഉണ്ടാക്കി വെച്ചത്. ഞാൻ പറഞ്ഞത്, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ ഉന്നയിച്ച ആരോപണം CPM ഇടതുപക്ഷമല്ലാതെയായി മാറിയിരിക്കുന്നതാണ്. ഞങ്ങൾ പറഞ്ഞത് ദ ലെഫ്റ്റ് ഹാസ് ഓൾറെഡി ലെഫ്റ്റ് എന്നുള്ളതാണ്. ഇടതിൽ നിന്നും ഇടതായി പുറത്തു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് മാറിയത് സിൽവർ ലൈനാണ്. കേരളത്തിൻ്റെ പരിസ്ഥിതി എന്താണെന്നും പഠിക്കാതെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ഇടതുമൂല്യം മറന്നുകൊണ്ട് ആ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ എന്താണെന്നുള്ളത് മറന്നുകൊണ്ട് തങ്ങളുടെ ഒരു തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടി വിശദമായൊരു പദ്ധതി രേഖ പോലുമില്ലാതെ എത്ര രൂപ കൃത്യമായിട്ട് ഈ പദ്ധതിക്ക് ചെലവാക്കേണ്ടി വരും എന്നറിയാതെ 300 കിലോമീറ്ററോളം എംബാങ്ക്മെന്റും ബാക്കി സ്ഥലത്തെല്ലാം 10 മീറ്റർ ഉയരത്തിൽ മതിലും കെട്ടി കേരളത്തിൻ്റെ മുഴുവൻ ടെറൈൻ ഒരു ഡാം പോലെ ആക്കി മാറ്റുന്ന രീതിയിലേക്ക് പോയിട്ട് സാധാരണ ജനങ്ങൾക്ക് അവരുടെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും വലിയ അവകാശമായിട്ടുള്ള അവരെ കേൾക്കുക, അവർക്ക് നോട്ടീസ് കൊടുക്കുക എന്നുള്ളത് പോലും മറന്നുകൊണ്ട് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ വീട്ടിനകത്തേക്ക് പോലീസിനെ വെച്ച് അതിക്രമിച്ച് കയറി മഞ്ഞക്കുറ്റി അടിച്ച് പ്രതിഷേധിച്ച സ്ത്രീകളെ തെരുവിൽ വലിച്ചിഴച്ച് ഇവർ ഇടതുപക്ഷമല്ല എന്നുള്ളത് കോൺഗ്രസ് ഉന്നയിച്ച വാദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ പദ്ധതി. അതുകൊണ്ട് ഇതൊക്കെ അവർക്ക് പാഠം പഠിച്ചാൽ, ആ പാഠം പഠിച്ചുകൊണ്ട് തിരിച്ചു വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക്
തിരിച്ച് ഇടതു സ്പേസിലേക്ക് വരാൻ കഴിയുമോ എന്ന് നോക്കണം. അതിന് ഈ പദ്ധതി ഉപേക്ഷിച്ചതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് അവർ ചെയ്യേണ്ടത്. എന്നിട്ട് പുതുതായിട്ട് പരിസ്ഥിതിക്ക് ഏറ്റവും ചുരുങ്ങിയ ആഘാതം, ഏത് പദ്ധതി ഉണ്ടായാലും പരിസ്ഥിതിക്ക് ആഘാതമൊക്കെ ഉണ്ടാവും, ഇല്ലെന്നൊന്നും പറയില്ല. പക്ഷെ ഏറ്റവും ചുരുങ്ങിയ ആഘാതം ഉണ്ടാക്കുന്ന, നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് ചേർന്ന, നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ CPM നൽകുക എന്നുള്ളതാണ് പ്രതിപക്ഷമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. ശരി, ശ്രീ ജയകുമാറിലേക്ക്. ഈ 2 മന്ത്രിസഭാ തീരുമാനങ്ങളാണ് ഇപ്പോൾ വന്നത്, 2 മന്ത്രിസഭായോഗ തീരുമാനങ്ങളാണ് വന്നത്. രണ്ടും ഈ മുൻകാല സർക്കാരിന്റെ പ്രവൃത്തികളെ തിരുത്തുന്ന നടപടികളായിട്ടാണോ അങ്ങ് കാണുന്നത്? ഈ 2 മന്ത്രിസഭായോഗങ്ങളിൽ വന്നിരിക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം ജനകീയമാണെന്നാണ് അങ്ങയുടെ വിശകലനം? ഇപ്പോൾ ആശമാരുടെ കാര്യത്തിൽ വന്ന തീരുമാനം തൊട്ടു പിന്നാലെ അടുത്ത മന്ത്രിസഭായോഗത്തിൽ വന്നിരിക്കുന്നത് കേരയിൽ പദ്ധതി വേണ്ടെന്ന് വെക്കുന്നു എന്നുള്ള തീരുമാനമാണ്. PSC ഉദ്യോഗാർത്ഥികൾക്ക് സമയം നീട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന തീരുമാനമാണ്. അപ്പോൾ ഓരോ കാലത്തും സമരമുഖത്തുണ്ടായിരുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമായിട്ടൊക്കെ ഇതിനെ കാണുന്നുണ്ടോ? ഒരു തുടക്കം എന്ന നിലയ്ക്ക് അങ്ങ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സ്മൃതി, നമ്മുടെ കഴിഞ്ഞ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇന്നലെ പാർട്ടി ഓഫീസ് ഉദ്ഘാടന ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഗവൺമെൻറ് തുടർച്ചയാണ്. കാര്യം എന്താ പറയുക, ഡിപ്പാർട്ട്മെൻറ്റിൽ അതുപോലെ തുടരുന്നുണ്ട്. സർവീസിലെ ആൾക്കാരുടെ സംവിധാനം അങ്ങനെ ഉണ്ടായിരിക്കും. ചില ഗവൺമെൻറ് ചിലപ്പോൾ അതുണ്ട്. പക്ഷേ ഗവർണൻസ് തുടർച്ചയല്ല. ഗവർണൻസും വേറെയാണ്. ഗവർണൻസും നയപരമായിട്ടുള്ള കാര്യമാണ്. നയം മാറും, ഗവൺമെൻറ് തുടരും. അപ്പോൾ അതുകൊണ്ട് തുടർച്ച എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാര്യം തുടരേണ്ട കാര്യം തുടരും. കാര്യം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചുവിടാൻ പറ്റില്ലല്ലോ പെട്ടെന്നനുസരിച്ച്. അതിന് യുക്തി ഉണ്ടാവണം. അപ്പോൾ ഗവൺമെൻറ് എന്നൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. ആ ഗവൺമെൻറ് കണ്ടിന്യൂറ്റി ആയിരിക്കും, ഗവർണൻസ് കണ്ടിന്യൂറ്റി അല്ല. ഗവർണൻസ് പറഞ്ഞാൽ നയപരമായിട്ടുള്ള കാര്യമാണ്, അത് മാറും. ആ ഭരണനിർവഹണത്തിൽ വലിയ മാറ്റത്തിൻ്റെ സൂചന, എന്തായാലും പ്രത്യാശ നൽകുന്ന സൂചനയാണ് VD സതീശൻ്റെ കഴിഞ്ഞ 2 ദിവസത്തെ ബഹുമാനയുടെ പുതിയ മുഖ്യമന്ത്രിയുടെ 2 പത്രസമ്മേളനം കാണിക്കുന്നത്. ഒന്ന്, കേരളത്തിൽ ഉന്നയിക്കപ്പെട്ട വലിയ പ്രശ്നങ്ങളായിരുന്നു ആശാ വർക്കർമാരുടെ സമരം. നമ്മൾ ആശാ വർക്കർമാരുടെ സമരത്തെ വളരെ ബഹുമാനപൂർവ്വം കാണേണ്ട കാര്യത്തിനെങ്കിൽ ആ 230 രൂപയാണ് അവർക്ക് കൂടിണ്ടായിരുന്നു. അപ്പോൾ അത് സ്കീം വർക്കേഴ്സാണ്. അവർ തൊഴിലാളികളല്ല. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഏറ്റവും ആഭാസകരമായി CAT അദ്ദേഹത്തിൻ്റെ പേര് ഗോപിനാഥനെ പറ്റിയാണ്, ആഭാസകരമായിട്ടുള്ള കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരെക്കുറിച്ച്. അതായത് ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംവിധാനമാണ് കേരളത്തിൽ നിന്നിരുന്നത്. അതായത് അത് ഡിഗ്നിറ്റി ഓഫ് ലേബർ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ലേബർ ഡിഗ്നിറ്റി, അവർ സ്കീം വർക്കേഴ്സ്, അങ്ങനെ ലുംബൻ എലമെൻസിനെ കൊണ്ട് ഈ സോഷ്യൽ മീഡിയ അടക്കം ലുംബൻ ഇൻ്റലക്ച്വൽസിനെ കൊണ്ട് സോഷ്യൽ മീഡിയയുടെ അടക്കം ഈ ആശാ വർക്കർമാരെ അധിക്ഷേപിച്ചു. ആ അധിക്ഷേപിച്ചോട് വ്യത്യസ്തമായിട്ട് ആ തൊഴിലാളികളെ റെസ്പെക്റ്റ് ചെയ്യുക. അതിപ്പോൾ ഉന്നയിക്കുന്ന ഇന്നലെ ബാലഗോപാൽ പുച്ഛിച്ചു. ഈ അങ്ങനെ പുച്ഛിക്കുന്ന ആൾക്ക് മുമ്പ് നടപ്പാക്കായിരുന്നില്ലേ? അന്ന് ഇവിടെ ആ സ്ത്രീകളെ അവമാനിക്കുമ്പോൾ ആ സ്ത്രീകൾ തലമുണ്ടനം ചെയ്യേണ്ട ഒരു സമയത്ത് ഇദ്ദേഹം തന്നെയായിരുന്നു ഇവിടെ ധനകാര്യ വകുപ്പ് മന്ത്രി. ഈ ധനകാര്യ വകുപ്പ് കൈകാര്യം അദ്ദേഹം തന്നെയാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, അങ്ങനെയാണ് പറഞ്ഞത്. മാത്രമല്ല അതിനകത്ത് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. മാവോയിസ്റ്റുകളുടെ പേര് പ്രാവശ്യം പറഞ്ഞില്ലേ ഭാഗ്യത്തിന്. കാര്യം അപ്പുറത്ത് RSSനെ കുറിച്ച് പറയാന്നുള്ളത് പറഞ്ഞില്ലേ, മാവോയിസ്റ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ അതും പറയും. കാര്യം മുമ്പ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന കാര്യമാണത്. അപ്പോൾ അങ്ങനെ ഒരു സമരം, ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പോലും അംഗീകരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് വലിയ റെസ്പെക്റ്റ് കാണിക്കുക എന്നുള്ളത് ആ ചെറിയ വേതന ഉയർച്ചയായിരിക്കാം, അവരുടെ പൂർണ്ണമായ അതിലേക്ക് എത്തിയില്ല. പക്ഷേ ആദ്യത്തെ ഒരു ക്യാബിനറ്റ് എടുക്കുമ്പോൾ ആശാ വർക്കർമാർ അംഗീകരിച്ചു. അവർക്ക് അത് വലിയ സംതൃപ്തിയിലേക്ക് തീരുമാനം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചോളം, കേരളത്തിൽ പൗരാവകാശ സംബന്ധിച്ചും പൗര സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടത് വികസനമാണെങ്കിലും ക്ഷേമമാണെങ്കിലും മനുഷ്യത്വമില്ലാതെ എന്ത് വികസനവും എന്ത് ക്ഷേമം? മനുഷ്യമുഖമില്ലാത്ത വികസനവും ക്ഷേമവും പരാജയമാണ്. ഈ LDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ്, ഞാൻ പറയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. സെലിബ്രിറ്റികളെ കൊണ്ടാണ് അത് വേദിയിലിരുത്താൻ നോക്കിയത്. പിണറായി വിജയനും സർക്കാരിന് താല്പര്യം, സൈജറിയനൊക്കെ താല്പര്യം സെലിബ്രിറ്റികളെ കൊണ്ട് നിർത്തുകയാണ്. അതായത് മമ്മൂട്ടി മോഹൻലാലിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. അമ്മാളോമ്മയെ നമ്മൾ കണ്ടുല്ലോ. അത് പറയാം, കാപട്ടിയാണെന്ന് ഇനി പറയും. പക്ഷേ പ്രതീകാത്മകമായിട്ട് അതിന് മൂല്യമുണ്ട്. അമ്മാളോമ്മ VIP-കളുടെ വേദിയിൽ കയറുമ്പോൾ അത് കേരളത്തിൽ ദിശാസൂചകമായ മാറ്റം തന്നെയാണ്. അത് നിങ്ങൾ അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ഈ സൈബർ ലുംബൻസ് എന്ത് വേണമെങ്കിൽ പറയും അതിനെക്കുറിച്ച്. പക്ഷേ അത് അതിൻ്റെ അകത്തൊരു സൂചനയുണ്ട്. പൗര സമൂഹം സംബന്ധിച്ചുള്ള അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം പാലോറ മാതയെക്കുറിച്ചിട്ട് നമ്മൾ CPM പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായിരുന്നു സെലിബ്രിറ്റി. തൊഴിലാളി വർഗ്ഗ സെലിബ്രിറ്റി ഉണ്ട് CPM-ന്. അപ്പോൾ അതിൽ നിന്ന് വലിയ വ്യതിയാനം, വലതുപക്ഷ വ്യതിയാനത്തിൻ്റെ റിസൾട്ടായിരുന്നു ആശാ സമരത്തോടുള്ള വലതുപക്ഷ വ്യതിയാനത്തിൻ്റെ ഫലമായിരുന്നു ആശാ സമരത്തോടുള്ള സർക്കാരിൻ്റെ സമരം. മനുഷ്യമുഖമില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത വികസനത്തെക്കുറിച്ചും ക്ഷേമത്തെക്കുറിച്ചുള്ള സങ്കല്പം അവരിപ്പോഴും പറയുന്നുണ്ട്. ക്ഷേമവും വികസനവും പറയുന്നത്. പക്ഷേ മനുഷ്യത്വമില്ലാത്ത ക്ഷേമവും മനുഷ്യമുഖമില്ലാത്തതിന് യാതൊരു പ്രസക്തിയില്ല. അതാണ് തിരുത്തേണ്ട ഏറ്റവും വലിയ തെറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ കേരള സമരം, നമ്മുടെ സമരസഖാവ്
അദ്ദേഹം അവർ സിന്ധു പറഞ്ഞ പോലെ, സമരസഖാവ് സിന്ധു പറഞ്ഞ പോലെ തന്നെ എന്താണ് സഹിച്ചത്, സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആ പഴയ വീഡിയോ ഒന്ന് കാണിച്ചാൽ മതി. വളരെ ടി വി ചർച്ചയിൽ ഏറ്റവും മാന്യമായി സംസാരിക്കുകയും ഒരുപക്ഷെ ഏറ്റവും CPM ഏറ്റവും നല്ല വക്താവാണ് D. സുരേഷ് കുമാർ. അദ്ദേഹം ഒരിക്കലും അങ്ങനത്തെ കാര്യം പറയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൊണ്ട് അദ്ദേഹത്തിനുള്ള ചർച്ചകൾ പലപ്പോഴും പങ്കെടുത്ത അടിസ്ഥാനത്തിൽ. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഉപയോഗിക്കാത്ത വാക്കുകളാണ് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പാണ് അദ്ദേഹം കഴിഞ്ഞാൽ പറഞ്ഞത്. അങ്ങനെ അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അധിക്ഷേപിച്ച് ടയർ, അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താ പദ്ധതിയിൽ വരുന്ന കാര്യമാണ് ടയർ കമ്പനി. അതായത് അങ്ങനെയാണ് ആ മനസ്സ് വർക്ക് ചെയ്യുന്നത്. ഏത് ടയർ കമ്പനിക്കാരാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ദുരൂഹതയുണ്ട്, അങ്ങനെ മനസ്സ് വർക്ക് ചെയ്യുന്നതിൻ്റെ ദുരൂഹതയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അധിക്ഷേപിക്കാൻ വേണ്ടി ഉന്നയിച്ചത്. അപ്പോൾ അത്തരം അതായത് വളരെ ജനവിരുദ്ധമായിട്ടുള്ള, ജനങ്ങളുടെ താല്പര്യം മനസ്സിലാക്കാത്ത, ആ വീട് നഷ്ടപ്പെടുന്നവരുടെ, ഭൂമി നഷ്ടപ്പെടുന്നവരുടെ, അവരുടെ അവകാശം മുഴുവൻ നഷ്ടപ്പെടുന്ന, അപ്പോൾ എൻറ്റൈറ്റിൽമെൻറ്റ് നഷ്ടപ്പെടുന്ന, അങ്ങനെ ഭരണഘടന അവകാശം നഷ്ടപ്പെടുന്ന, അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകാത്ത ഇഷ്ടം പോലെ പോലീസ് തെരുവാഴ്ച നമ്മൾ കണ്ടതാണ്. ഒരു പോലീസ് ആ പോലീസ് നടപടിയെടുക്കണം എൻ്റെ അഭിപ്രായം കൊണ്ട്. ഒരു പോലീസ് ചവിട്ടിയ ദൃശ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു പോലീസ് ഒരു വൃദ്ധൻ്റെ മറ്റേ വയറിൽ ചവിട്ടിയ ദൃശ്യം, ഒരു പാർട്ടിക്കാരനെ ഒരു പോലീസുകാരൻ ചെയ്ത ദൃശ്യം നിങ്ങളെല്ലാം കാണിച്ചാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? അതെനിക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് അന്ന് ഓർത്തു വെച്ചിരുന്ന പേരാണ്. അത് നമ്മൾ കണ്ടതാണ്. എന്തൊരു തേർവാഴ്ച നടത്തിയത് സമരത്തിൽ. അപ്പോൾ ഒരു സമരത്തിന് ചരിത്രമുണ്ട്. കേരളത്തിൽ വികസനം ഉണ്ടാകുമ്പോൾ, കേരളത്തിൻ്റെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, കേരളത്തിൻ്റെ പരിസ്ഥിതി സിറ്റുവേഷൻ, കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയൊക്കെ വെച്ചുകൊണ്ട് സമരരംഗത്തുണ്ടാവും മനുഷ്യർ. വികസനവുമായി ബന്ധപ്പെട്ട് വിഷയം വരുമ്പോൾ, സ്ഥലം ഏറ്റെടുക്കുമ്പോൾ, അത് പരിസ്ഥിതിയെ ആഘാതപ്പെടുത്തുമ്പോൾ, അതുപോലെ തന്നെ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥകൾക്ക് ബാധിക്കുമ്പോൾ, പ്രകൃതിയെ ബാധിക്കുമ്പോഴൊക്കെ സമരത്തിലേക്ക് മനുഷ്യൻ വരും. അത് വികസനം. കേരള പോലെ സംസ്ഥാനത്തിൽ അവകാശബദ്ധമായൊരു സാമൂഹ്യ ബോധമുള്ള സംസ്ഥാനം, ഇടതുപക്ഷ രാഷ്ട്രീയം പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൽ അങ്ങനെ സമര രംഗത്ത് വരും. അവരുടെ മുമ്പിൽ അത് ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിലിറ്റിക്ക് വിധേയമാക്കുന്നതാണ് സമരം. അപ്പോൾ ആ സമരങ്ങളിലെ വികസന വിരുദ്ധ എന്ന് പറഞ്ഞാണ് CPM ബ്രാൻഡ്. അവസാനം പ്രകടമായി തന്നെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളും വികസന വിരുദ്ധം വിളിച്ച് ഇനി ഇന്നവർക്ക് സമരം ചെയ്യാൻ പറ്റുമോ? കേരളത്തിൽ UDF എന്തെങ്കിലും വികസന പദ്ധതി കൊണ്ടുവരികയാണെങ്കിൽ ഈ CPMന് ഇനി സമരം. അപ്പോൾ ജനങ്ങൾ പരിഹസിക്കും, ജനങ്ങൾ ചോദിക്കും, നിങ്ങളല്ലേ ഈ സമരത്തെ വികസന വിരുദ്ധം എന്ന് വിളിച്ചത്? ഈ സമരത്തെ വികസന വിരുദ്ധ, ഈ സമരത്തിനോട് ഈ സമീപനം എടുക്കുന്നവരൊക്കെ വികസന വിരുദ്ധരെന്ന് ബ്രാൻഡ് ചെയ്ത് അധിക്ഷേപിച്ച് അവരെ പുച്ഛിക്കുകയും കളിയാക്കുകയും സോഷ്യൽ മീഡിയ ലുംബൻസിനെ കൊണ്ട് തെറി പറയിപ്പിക്കുകയും ചെയ്ത ആൾക്കാർ ഇനി അത് പറയാൻ പറ്റുമോ? അപ്പോൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള വികസനവും ക്ഷേമവും മനുഷ്യമുഖമില്ലാത്ത, അതായത് സർക്കാരിൻ്റെ നേട്ടമായി ഇച്ഛാശക്തിയാണ് ഇവർ കാണിച്ചൊരു കാര്യം. എന്ത് പറഞ്ഞാലും പറയും മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി. ഞാനിത് വെറുതെ പറയില്ല, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇതുപോലെ ചർച്ച മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി ജനകീയമായ ഇച്ഛാശക്തിയല്ല, ജനങ്ങളുടെ ആവശ്യമല്ല. ദേശീയപാത വികസനം മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി, തുരങ്കപാത മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി, ഗെയിൽ പൈപ്പ് ലൈൻ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി, കേരളയിൽ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി. എന്ത് മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി? ജനത്തിൻ്റെ പ്രതിനിധി മാത്രം അദ്ദേഹം. ഒരു ഇച്ഛാശക്തിയും ഇല്ല. ഇച്ഛാശക്തിയെ കാണിക്കേണ്ട സ്ഥലത്ത് കാണിച്ചോട്ടെ, പക്ഷേ ജനകീയമായ ആവശ്യം ഉണ്ടെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താം. ഇച്ഛാശക്തി എന്ന് വളരെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റി, അതായത് തികച്ചും ഈ വ്യക്തിയിലേക്ക് ഇച്ഛാശക്തി എവിടുന്ന് വന്നു? അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അതെ. ഇപ്പോൾ സ്ഥിതി അതാണ്. ഇത്രയും ഇത് കഴിഞ്ഞ് ഇലക്ഷൻ പരാജയപ്പെട്ടു, അദ്ദേഹം പാർട്ടി ഓഫീസ് ഉദ്ഘാടനം. പക്ഷേ 10 വർഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ, ജനങ്ങൾ പരാജയപ്പെടുത്തിയ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു ആർജവം, ഈ ഇച്ഛാശക്തി കഴിഞ്ഞ മുഖ്യമന്ത്രിയും നമ്മുടെ പാർട്ടി സെക്രട്ടറിയും കാണിക്കേണ്ടത്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പറഞ്ഞു അദ്ദേഹം ശരീരഭാഷ ശരിയല്ലെന്ന്. ഇവിടെ ജനങ്ങൾ പറഞ്ഞു, ഇവിടുത്തെ പൗരന്മാർ പറഞ്ഞു, മാധ്യമങ്ങൾ പറഞ്ഞു. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് കത്തിച്ച് പോകും. അത് തന്നെ എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി വരെ എൻ്റെ വീട്ടുകാർ പറഞ്ഞു ശരീരഭാഷ ശരിയല്ല, ഞാൻ തിരുത്താൻ പോവാണെന്ന്. ഇവിടെ മാധ്യമങ്ങളും മനുഷ്യരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും ബോധ്യപ്പെട്ടില്ല. ഈ വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ചെയ്യാനാണോ പാർട്ടി സെക്രട്ടറി ഇരിക്കണത്? അപ്പോൾ ഈ വീടായി കുടുംബം, അദ്ദേഹത്തിന് വേറെ ഒന്നുമില്ല, വീട് കുടുംബം, ആ വിചാരത്തിലേക്കാണ് എല്ലാം ചുരുക്കുക. ഇവിടെ ജനങ്ങൾ പറഞ്ഞ കാര്യം. അതുകൊണ്ട് അതിനൊക്കെ അതീതമായിട്ട് രാഷ്ട്രീയം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ സൂചന തീർച്ചയായിട്ടും VD സതീശൻ്റെ ഗവൺമെൻറ്റായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിലെ സമയം വികസന പ്രശ്നങ്ങൾ പലതും അഭിമുഖീകരിക്കേണ്ടി വരും. കേരളത്തിന് പല ആവശ്യങ്ങളുണ്ടായിരിക്കും. അത് ഉന്നയിക്കപ്പെടും. ആ ഉന്നയിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്ത് ഇതുപോലെ വല്ല തീർച്ചവാഴ്ചകളോ നീക്കങ്ങളോ ഉണ്ടായിക്കാൻ സമൂഹത്തിൽ പ്രതിഷേധം ഉയരും. ആ പ്രതിഷേധം ഉയർത്തുമ്പോൾ ഇടതുപക്ഷ അതിന് മുമ്പ് CPM ആ രാഷ്ട്രീയത്തിന് മുമ്പിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ പ്രശ്നത്തിനെങ്കിൽ അതിന് പറ്റാസ്ഥിതിയിൽ എത്തിച്ചു. കാരണം വികസന വിരുദ്ധത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ബ്രാൻഡ് ചെയ്ത് അവഹേളിച്ച CPMന് ഇനി എങ്ങനെ സമരമുഖത്ത് വരാൻ പറ്റും? എന്ത് അവകാശം അവർക്കുണ്ട്? അതുകൊണ്ട് തിരുത്താൻ എന്ന് പറഞ്ഞാൽ അടിമുടി തിരുത്തുമ്പോൾ ഇതൊക്കെ തിരുത്തണം. ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങൾ പറഞ്ഞ മുഴുവൻ തെറ്റാണെന്ന് സത്യത്തിൽ മാപ്പ് പറയുന്ന പോലെ ഈ വികസന വിരുദ്ധത എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്നും ഞങ്ങൾ സമസ്താപരാധം ജനങ്ങളോട് പറയുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയം മുഴുവൻ തെറ്റാണ്, ഞങ്ങൾ വലതുപക്ഷവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയമായിരുന്നു, ഞങ്ങളത് ഒഴിവാക്കി ഞങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയം സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പലതും ഒഴിവാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ നേതൃത്വം തന്നെ മാറ്റേണ്ട സ്ഥിതി ഉണ്ടായിരിക്കും. പക്ഷെ അത് അവരെ പാർട്ടി അല്ലെങ്കിൽ പക്ഷേ ജനങ്ങൾക്ക് അഭിപ്രായം അതിനെ കുറിച്ച് അത് പറയുകയും ചെയ്യും. അതുകൊണ്ട് അതാണ് രാഷ്ട്രീയം അവർ സ്വീകരിക്കേണ്ടതെന്നാണ് എൻ്റെ തോന്നൽ. അങ്ങ് പറഞ്ഞതിന് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ എത്തുമ്പോൾ കടന്നുപോയ കാലത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇത്രയും ഒരു സമരകാലം,
ആളുകളെ, ജനത്തെ വെറുപ്പിച്ചു. വലിയ വലിയ ഈ സമരം ചെയ്തവരെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രതികരണങ്ങൾ, എല്ലാത്തിനും ഒടുവിൽ അടുത്തൊരു സർക്കാർ വരുമ്പോൾ ആദ്യം എടുക്കുന്ന ഒരു തീരുമാനമായി പദ്ധതി മരവിപ്പിക്കൽ വരികയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഞാനൊക്കെ വളരെ പാസീവായിട്ടുള്ള ഒരാളായിരുന്നു. വളരെ സജീവമായി ഇതിൽ മുന്നിൽ നിന്ന് ബഹുമാനപ്പെട്ട ശ്രീമതി സിന്ധു ജെയിംസിനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ ഒരു തിരുത്തലിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു മേഖലയിലേക്ക് ചുരുങ്ങി കാണുകയാണെങ്കിൽ, പരിസ്ഥിതി എന്നുള്ളൊരു മേഖലയിലൂടെ നോക്കുകയാണെങ്കിൽ DPR ഇല്ല എന്നുള്ളത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു സമീപകാല ചരിത്രത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും വളരെ തെറ്റായ രീതിയിലാണ് പലതിനെയും കാണാറുള്ളത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ ലോകത്തിൽ പരിസ്ഥിതിയും വികസനവും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഐക്യരാഷ്ട്രസഭയുടെ ഉച്ചകോടിയാണ് നടന്നത് 1972-ലാണ്, 54 വർഷങ്ങൾക്ക് മുന്നേ. 54 വർഷങ്ങൾക്ക് മുന്നേ ഈ ഉച്ചകോടി നടന്നതിന് ശേഷം പിന്നെയുള്ള ചർച്ചകൾ ഏതെങ്കിലും സ്വകാര്യ സന്നദ്ധ സംഘടനയുടെയോ അല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു സാമൂഹ്യ സംഘടനയുടെയോ വിഷയമല്ല. അത് അന്താരാഷ്ട്ര തലത്തിലുള്ള സർക്കാരുകളുടെ ചാർട്ടറായിട്ടുള്ള UN ചാർട്ടറിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ 1972 ജൂൺ 1 ഈ ചർച്ച മീറ്റിംഗ് തുടങ്ങിയത്. ജൂൺ 5 തീരുമാനങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ലോകമെമ്പാടും ഇന്ന് എപ്പോഴും എല്ലാ ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അന്ന് കണ്ടെത്തിയ ഒരു കാര്യമുള്ളത്, വികസനം എന്ന് പറയുന്നത് ഒരു വശത്ത് പരിസ്ഥിതിയും മറുവശത്ത് ദാരിദ്ര്യവുമുള്ള ഒരു നാണയമാണെന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ എല്ലാ വികസന കാര്യത്തിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ 54 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ള ഈ ഒരു വ്യക്തതയാണ്. ആ വ്യക്തത ഉണ്ടാകുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളതിൻ്റെ ഒരു വശത്ത് ദാരിദ്ര്യവും ഒരു വശത്ത് വികസനവും കണ്ടുകൊണ്ട് തന്നെ ഒരു വശത്ത് പരിസ്ഥിതിയും കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഈ വികസനത്തെ കാണേണ്ടി വരിക എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിലുണ്ടായിട്ടുള്ള പദ്ധതികളിൽ ഏറ്റവും വിനാശകരമായ പാരിസ്ഥിതികപരമായിട്ട് ഏറ്റവും വലിയൊരു വിനാശമുണ്ടാക്കാൻ പ്രാപ്തിയുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ നിർദ്ദേശിക്കപ്പെട്ട പദ്ധതി. അതിനെതിരെ ഉണ്ടായിട്ടുള്ള വലിയ സാമൂഹ്യ വികാരം നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച പാനലിസ്റ്റുകൾ സൂചിപ്പിച്ച ഒരു വലിയൊരു ജനകീയ വികാരമാണ് ഉണ്ടായത്. ആ വികാരത്തിൻ്റെ ഒരു തിളച്ചു മറിയലിലാണ് ഈ പദ്ധതി തടയപ്പെട്ടത്. അതിന്ന് ശ്രീമതി സിന്ധുവിനെ പോലുള്ള ഉറങ്ങാൻ പറ്റാതെ കിടന്നിരുന്ന അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന എനിക്കൊക്കെ മഞ്ഞൊക്കെ കല്ലിടാത്തതുകൊണ്ട് എൻ്റെ ഭൂമിയിൽ വരുമോ എന്നുള്ളതിനെക്കുറിച്ച് സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഒരു ആശങ്കയായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ആശങ്കയുണ്ടായിരുന്ന ഒരുപാട് പേരുടെ ആശങ്ക തീരുന്ന ഒരു തീരുമാനം ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അതിനകത്ത് എനിക്ക് കാണാനുള്ളത് അത് വലിയൊരു പാരിസ്ഥിതിക സന്ദേശം കൂടിയാണെന്നും അത്തരത്തിലുള്ള 54 വർഷങ്ങൾക്ക് മുന്നേ ഈ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലുള്ള ഇന്ത്യയുടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി 1972 പറഞ്ഞതാണ് ഈ നാണയത്തിൻ്റെ 2 വശങ്ങളുടെ കാര്യം. ആ 2 വശങ്ങളെ പൂർണ്ണമായി ഓർത്തുകൊണ്ട് ഒരു ഇന്ദിരാഗാന്ധി നടപ്പിലാക്കുന്നത് പോലുള്ള ഒരു പാരിസ്ഥിതിക പ്രഖ്യാപനമായിട്ടാണ് ഞാനതിനെ കാണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള വികസനം എന്നുള്ളത് ഒരാളുടെ നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ ഒരു സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പുമ്പോഴാണ് അതൊരു വികസനമാകുന്നത്. ആ സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പാരിസ്ഥിതിക ഉത്തരവാദിത്തം കൂടി ആകുന്നുള്ളതാണ് 1972 54 വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുള്ളത്. ആ വ്യക്തത നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പലപ്പോഴും വികസനത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ കോമാളിത്തങ്ങളും അല്ലെങ്കിൽ അസംബന്ധങ്ങളും അശ്ലീലവുമായിട്ട് മാറുന്നത്. ആ അശ്ലീലമായിട്ട് മാറാതിരിക്കാനുള്ള ഒരു മുൻകരുതലായിരിക്കണം ഒരുപക്ഷെ ഈ ഒരു പ്രഖ്യാപനമെന്ന് ഞാൻ കാണുന്നു. അതൊരു പ്രതീക്ഷ തരുന്നുണ്ട്. ആ പ്രതീക്ഷയിൽ നിന്നുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നേരത്തെ എനിക്ക് തൊട്ട് മുന്നേ സംസാരിച്ച പാനലിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികൾ തീരുമാനിക്കപ്പെടുന്നതും ആ നയമായിരിക്കണം ഒരുപക്ഷെ സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു നയത്തിൻ്റെ മാറ്റത്തിനാണ്. അത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ ആശങ്കയുടെ ഒരുപാട് ആൾക്കാരുടെ ആശങ്കയുടെ കാർമുഖം പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ കേരയിൽ പദ്ധതി എന്നുള്ളത് ഒരു പാരിസ്ഥിതിക ദുരന്തമാണ്. ആ ദുരന്തം ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് വലിയ ആശ്വാസം തരുന്നൊരു കാര്യമാണ്. ആ പ്രതീക്ഷയിലും ആശ്വാസത്തിലുമാണ് നമ്മൾ ഇന്നുള്ളത്. ഇതെനിക്ക് തീർച്ചയായിട്ടും ഇത് ഈ ഒരു മാതൃകയായിരിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു തെളിച്ചമാണ് വേണ്ടത്. കാരണം ഏറ്റവും അവസാനം വികസനം എന്ന് പറയുന്നത് എന്തോ ഒരു കിട്ടാക്കനിയല്ല. അത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈനംദിനമായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന, ഓരോരുത്തരുടെ ജീവിതത്തിലും അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റുന്ന, അവരുടെ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ മഴയും ചൂടും താങ്ങാനാകുന്ന ഒരു ചുറ്റുപാടുണ്ടാകുന്നതാണ് വികസനം എന്നാണ് ഞാൻ കാണുന്നത്.
അങ്ങേക്ക് മുന്നേ സംസാരിച്ചത് ശ്രീ ദാമോദർ പ്രസാദാണ്. അങ്ങയുടെ അറിവിലേക്കായി അങ്ങ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് എന്തായാലും വികസന പദ്ധതികൾ ഉണ്ടാകും, അതിലൊരു തർക്കവുമില്ല. അപ്പോൾ ഇനി ഉള്ള വികസന പദ്ധതികൾ എങ്ങനെ ആവിഷ്കരിക്കണം എന്ന കാര്യത്തിൽ കൂടി അങ്ങേക്കൊരു അഭിപ്രായം ഉണ്ടാകുമല്ലോ. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിൽ നമ്മൾ ജീവിക്കുന്ന കാലത്തിൽ ആ കാലത്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ പദ്ധതികൾ. ഇന്ന് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും എന്തിനാണ് ഓടിപ്പിടിച്ച ഒരു ദൂരത്ത് നിന്ന് ഇത് ഷാങ്ഹായിലും ജപ്പാനിലും നമ്മൾ കാണുന്ന വലിയൊരു എന്താ പറയുക, ഈ സാങ്കേതിക അടിമത്തത്തിൽ നിന്ന് അവിടെയുള്ളവർക്ക് മോചനം കിട്ടിയിട്ടുള്ളത് ഈ മറ്റു തരത്തിലുള്ള അത് ഇൻ്റർനെറ്റിൻ്റെ ആണെങ്കിലും മറ്റ് സാങ്കേതിക വിദ്യകളുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിക്കുമ്പോൾ തൊഴിലാളികൾ ഓടുന്നതിന് പകരം അവർക്ക് ചില ചെറിയ യാത്രകളിലൂടെ ഒരു ജില്ലാ തലസ്ഥാനത്തേക്കോ തൊട്ടടുത്തുള്ള ഒരു പട്ടണത്തിലേക്കോ കുറച്ചുകൂടെ മികച്ച സാങ്കേതിക സൗകര്യമുള്ളിടത്തേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും നിർവഹിക്കാനാകുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ സാങ്കേതിക ചുറ്റുപാടുകൾ മാറിയിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യമുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എമിഷൻസ് ഉണ്ടാക്കുന്ന നമ്മളുണ്ടാക്കുന്ന എമിഷൻസ് കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ നമ്മളെ എന്താ അത് നമ്മുടെ ചുറ്റുപാടും പ്രത്യേകിച്ച് കേരളം ഒരു കാലാവസ്ഥാ ദുരന്തത്തിൻ്റെ നടുവിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. ഈ പ്രതിസന്ധികളിൽ വരുമ്പോൾ നമ്മുടെ വികസനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നു ശ്രീ രാജു ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, കേരളത്തിൻ്റെ വികസനം എന്നത് ആത്യന്തികമായിട്ട് കേരളത്തിൻ്റെ വികസനമാണ്. ആ കേരളത്തിൻ്റെ വികസനം വരുമ്പോൾ അത് മലയാളം സംസാരിക്കുന്ന മലയാളികളുടെ സ്വപ്നങ്ങളിലും അവരുടെ ചിന്താബോധത്തിലും അവരുടെ ബോധ്യങ്ങളിൽ നിന്നുണ്ടാകേണ്ട ഒരു വലിയ വികസനമാണ്. ആ വികസനത്തിന് അതിവേഗം ഉണ്ടാകാം, ആ വികസനത്തിന് വളരെ കൂടുതൽ സഞ്ചരിക്കാം. പക്ഷേ അവസാനം വിൽക്കാൻ പോകുന്നത് അപ്പമായതുകൊണ്ട് അപ്പം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ബോധ്യം കൂടെ നമുക്ക് വേണം. അത് ഉപജീവനമാണ്. ആ ഉപജീവനം വരുന്നത് നമ്മുടെ ചുറ്റും വളരെ സമ്പന്നമായ, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പാരിസ്ഥിതിക മേഖലകളിലൊന്നാണ് കേരളം. ആ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ, എനിക്ക് തോന്നുന്നു ശ്രീ മുല്ലക്കര രത്നാകരൻ എപ്പോഴും പറയാറുണ്ട്, കേരളത്തിനെ കാക്കുന്നത് പശ്ചിമഘട്ടമാണ്. അതുകൊണ്ട് പശ്ചിമഘട്ടത്തിനെ കാക്കേണ്ടത് കേരളത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മുൻ കൃഷിമന്ത്രി എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഇന്ന് ഏറ്റെടുക്കേണ്ടത്. ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാനും നമ്മുടെ പുഴകളെയും കടലിനെയും സംരക്ഷിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് കേരളത്തിൽ. സമരസമിതിയിലുള്ളവർ മാത്രമല്ല, സമരം ചെയ്ത നാട്ടുകാർക്കെതിരെയൊക്കെ കേസുണ്ടല്ലോ. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? സർക്കാർ പറയുന്നു കോടതിയാണ് തീരുമാനിക്കേണ്ടത്, ഒരു ശുപാർശ നൽകും, ഈ കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശ നൽകുമെന്ന്. അതിൽ കൂടുതൽ എന്തെങ്കിലും സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടോ സിന്ധുവിന്? കേരയിൽ വിരുദ്ധ ജനകീയ സമരസമിതി ഒരുപാട് ആളുകളുടെ നേരെ ഒരുപാട് ക്രിമിനൽ കേസുകൾ എടുത്തിട്ടുണ്ട്. ആ കേസുകളൊക്കെ സ്ക്വാഷ് ചെയ്യാൻ സർക്കാരിന് നിർദ്ദേശിക്കാൻ പറ്റും. കാരണം സർക്കാരാണ് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ അവരുടെ എന്താ പറയുക, നിലപാടുകൾ മാറും. അപ്പം നിലപാടുകളോടെ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ, സ്തുത്യർഹമായ സേവനം ചെയ്യാൻ, ജനങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കാതെ, നാടിനെ നശിപ്പിക്കാതെ, പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട്, ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, ജനങ്ങളെ പട്ടിണിക്കിടാതെ വികസനം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഒരു നേതാവ്, അതല്ലെങ്കിൽ അതാണ് ഒരു മുഖ്യമന്ത്രി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ പുതുക്കി, സിഗ്നൽ സംവിധാനങ്ങളായാലും റെയിൽവേ ഇപ്പോൾ വന്ദേ ഭാരത് ഉണ്ട്. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് കണ്ണൂർ എത്തുമെങ്കിൽ ആ റെയിൽവേ സിഗ്നലുകളും ട്രാക്കുകളും ഒക്കെ വളവുകൾ നികത്തിക്കൊണ്ട് ആ സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേഗതയ്ക്കൊന്നും ഒരു കുറവുമില്ല. വേഗതയുടെ പേര് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ തെരുവിലിറക്കുന്നത് ഒരു വികസനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം കയറിയപ്പോൾ തന്നെ പ്രിയപ്പെട്ട ആശാവർക്കർമാരുടെ സമരത്തെ അനുകൂലിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇപ്പോൾ ഇന്ന് ഇങ്ങനെയൊരു തീരുമാനം അദ്ദേഹം എടുത്തതും അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ജനങ്ങൾ വോട്ട് കൊടുത്താണ് ആ കസേര അദ്ദേഹത്തിന് കിട്ടിയതെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം വേണമെന്ന് നല്ല ബോധ്യമുള്ള നല്ലൊരു നേതാവായതുകൊണ്ടാണ് മുഖ്യമന്ത്രി കസേരയിലെത്തിയത്. അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ ആ സ്തുത്യർഹമായ സേവനത്തിന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കേരളം കാതോർക്കുകയാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കുന്നു. ശരി സിന്ധു. അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു, അങ്ങേക്ക് മറുപടി നൽകാം.
അല്ല, ഈ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ കർത്തവ്യം. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹം പറഞ്ഞത് ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് അത് ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ്. എത്രമാത്രം പച്ചക്കള്ളമാണ് അദ്ദേഹം പ്രേക്ഷക സമൂഹത്തോട്, മറ്റുള്ളവരെ സഹ പാനലിസ്റ്റുകളെ ഇങ്ങനെ കള്ളം പറഞ്ഞ് മറച്ചു പിടിക്കുന്നതിന് എനിക്കത് ഒരു അതിശയോക്തി തോന്നുന്നില്ല. പക്ഷേ പ്രേക്ഷക സമൂഹത്തോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. അവരോട് പറയുമ്പോഴെങ്കിലും വളരെ കൃത്യമായി പറയേണ്ടത്. ഇത്തരം പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചെങ്കിലും ഞാൻ പറയട്ടെ, ഓരോ മിനിറ്റ് വെച്ച് ഇത്തരത്തിലുള്ള പരിപാടികൾ പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായി പ്രിൻ്റ് ചെയ്ത നോട്ട് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നതാണ്. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് വലിയ ഒരു സദസ്സ് ഉണ്ടാകാൻ പാടില്ല. മുഖ്യമന്ത്രി, ഗവർണർ, മന്ത്രിമാർ, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി, ഇത്രപേർ മാത്രമേ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചിരുന്നിടത്ത് അല്ല, ഗവർണറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആ പ്രോട്ടോക്കോളിൽ മാറ്റം വരുത്തി ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ, വിശിഷ്ടാതിഥികൾ അടക്കമുള്ള ആളുകളെ വേദിയിൽ കയറ്റി ഇരുത്തണം എന്ന് വാശി പിടിച്ചുകൊണ്ട് അതിലൊരു ചെറിയ മാറ്റം വരുത്തി, ചെറുതല്ല വലിയ മാറ്റം വരുത്തി. സ്വാഭാവികമായും ആ മാറ്റം വരുത്തിയ കാര്യത്തിൽ ഇടപെടാൻ പ്രതിപക്ഷത്തെ അല്ലല്ല, അതാണ് ഞാൻ വിശിഷ്ട നേതാക്കന്മാരെന്ന് പറഞ്ഞു. അതെ, ഈ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് സ്മൃതി എന്നെ ഓർമ്മിപ്പിക്കേണ്ട. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, പിന്നെ ദേശീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ വിശിഷ്ടരായിട്ടുള്ള മറ്റ് നേതാക്കന്മാർ, അതിനകത്ത് എല്ലാവരും ഉൾപ്പെടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് ദേശീയ ഗീതം ഇത് ആദ്യ അവസാനം ഒരുപക്ഷെ 937 തന്നെ കോൺഗ്രസിൻ്റെ അന്നത്തെ ദേശീയ നേതൃത്വം അപ്പാടെ എതിർത്ത ദേശീയ ഗീതം അവിടെ പൂർണ്ണമായി പാടാൻ പോകുന്നു എന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന പച്ചക്കള്ളം ആവർത്തിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ സത്യമായി തീരുമെന്ന ഗീബൽസിൻ്റെ തന്ത്രമാണ് നിങ്ങളിവിടെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസാമിലും ബംഗാളിലും ഈ ദേശീയ ഗീതം പാടിയിട്ടില്ല എന്ന വിരോധാഭാസം കൂടെ ഈ കേരളത്തിൽ നിലനിൽക്കുകയാണ്. അതവിടെ നിന്നോട്ടെ. പിന്നെ ഇപ്പോൾ ഒരു വളരെ കൃത്യമായി താങ്കൾ പറഞ്ഞു വെക്കാൻ പോകുന്നത് ഞങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്നും മാറി, ഞങ്ങളുടെ ഇടതുപക്ഷ ചായ്വ് ആകെ നശിച്ചുപോയി എന്ന മുതലക്കണ്ണീരാണ് കോൺഗ്രസ് പ്രതിനിധി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, 1957 അധികാരത്തിൽ വന്ന്, ഞാൻ ചരിത്രം പൂർണ്ണമായും പറയുന്നില്ല, അന്ന് അശരണരായിട്ടുള്ള ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി ഭൂപരിഷ്കരണ ബില്ല് നടപ്പിലാക്കിയ, പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് അന്ന് വരെ അന്യമായിരുന്ന സ്കൂളിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കിയ വിദ്യാഭ്യാസ ബില്ല് നടപ്പിലാക്കിയ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചത് ആരാണെന്നറിയാമോ? രാജു പി നായർ, നിങ്ങൾ നേതൃത്വം നൽകുന്ന നിങ്ങളുടെ പൂർവികരും നിങ്ങളുടെ പാർട്ടിയുമാണ്. തർക്കമുണ്ടോ? ഞങ്ങൾ ഇടതുപക്ഷ നയം നടപ്പിലാക്കാൻ എന്നൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അന്നെല്ലാം അതിനെ അട്ടിമറിക്കാൻ എല്ലാ ജാതിമത ശക്തികളുമായി കൂട്ടുചേർന്ന് ഈ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ള ചരിത്രം, വഞ്ചനയുടെ ചരിത്രം നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഏറ്റവും അവസാനം ഇപ്പോൾ കുടുംബശ്രീ, സ്ത്രീ ശാക്തീകരണ മേഖലയിലെ ഏറ്റവും വിപ്ലവകരമായൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് ഈ ജനശ്രീ ഉണ്ടാക്കിയ ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് ഞങ്ങൾക്ക് ഇടതുപക്ഷ ചായ്വ് നഷ്ടപ്പെട്ടു പോയി, അടിയന്തരമായി അത് വീണ്ടെടുക്കണമെന്ന മുതലക്കണ്ണീരാണ് നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആശാമാരുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രിയപ്പെട്ട സഹോദരി അടക്കം അദ്ദേഹത്തിന് അഭിവാദ്യം നല്ലതാണ്, അഭിവാദ്യം പറഞ്ഞു തീരുന്നില്ല. വേതന വർധനവിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാകാത്തത്, ശ്രീ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ 500-ൽ താഴെയായിരുന്ന അല്ലെങ്കിൽ 1000-ൽ താഴെയായിരുന്ന ഒരു വേതനത്തെ 9,000 രൂപയിലേക്ക് കൊണ്ടെത്തിച്ചത് പിണറായിയുടെ സർക്കാരാണ്. ഇവിടെ 3,500 രൂപ നിങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടി വിവിധ തലങ്ങളിൽ നിന്നിങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി 3,500 എന്നുള്ളത് 9,000-നേക്കാൾ കൂടിയ സംഖ്യയാണെന്ന്. അതങ്ങനെ അല്ല കേട്ടോ. 9,000 ആക്കിയത് കേരളത്തിലെ പിണറായി സർക്കാരാണ്. പിന്നെ ഇവിടെ വലിയ വാഗ്ദാന ലംഘനം നടന്നിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ അതിന് വേണ്ടത്ര നിലയിൽ എനിക്ക് സ്മൃതിയുടെ തന്നെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഇതൊരു ഹണിമൂൺ പീരീഡ് ആയതുകൊണ്ട് നമ്മൾ വേണ്ടത്ര നിലയിൽ അവരെ വിമർശിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. 21,000 രൂപ ശമ്പളം, 5 ലക്ഷം രൂപ അവരുടെ പെൻഷൻ സഹായം, മറ്റ് തൊഴിൽ സംരക്ഷണം എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ വാഗ്ദാനമായി നിൽക്കുകയാണ്. അവരുടെ സമരഘട്ടമാണെന്ന് അവർ വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവരെ സംബന്ധിച്ച് അവരടുത്ത് സർക്കാർ പറഞ്ഞിട്ടുള്ളതും ഇത് ആദ്യഘട്ടമെന്ന് തന്നെയാണ്, മുഴുവൻ തുകയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടമെന്ന് ആദ്യ മന്ത്രിസഭായോഗ തീരുമാനമായി അത് വരുമ്പോൾ അവർക്ക് വിശ്വാസമുണ്ടെന്നേ. നിങ്ങളെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങീ പറയുന്ന 9,000-ലേക്ക് എത്തുന്നത്? ഏത് ഘട്ടത്തിലാണ് ഈ 9,000-ലേക്ക് എത്തുന്നതിനിടയ്ക്ക് നിങ്ങൾ പറഞ്ഞുപോയ വാചകങ്ങൾ എന്തൊക്കെയാണ്? തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇവിടെയാണ് നിങ്ങളുടെ സെലക്റ്റീവ് ആയിട്ടുള്ള ഇടപെടൽ. എന്ത് സെലക്റ്റീവാണ്? അന്തസ്സുള്ള സ്ത്രീകളല്ലേ അവർ? അന്തസ്സുള്ള സ്ത്രീകൾ ഒരു സമരം ചെയ്തപ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അല്ലല്ല,
ഞാൻ അവരുടെ അന്തസ്സിനെയും ആഭിജാത്യത്തെയും ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. ഞാനിവിടെ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ മൈക്ക് നീട്ടുന്ന ആളുകൾ മാത്രമാണ് കേരളത്തിലെ ആശകളെന്ന് നിങ്ങൾക്ക് എങ്ങനെ നിർണ്ണയിക്കാൻ വേണ്ടി കഴിയും? കേരളത്തിലെ ആശകൾ ബഹുഭൂരിപക്ഷം പുറത്ത് കിടപ്പുണ്ടെന്നേ. അവർ പറഞ്ഞു നിങ്ങൾക്ക് ശമ്പളം ഞങ്ങൾക്ക് ഇത്ര മതി, മുഖ്യമന്ത്രി പഠിച്ചു എന്നൊരു ചോദ്യം നിങ്ങളോട് ഞാൻ വിനയപൂർവ്വം ചോദിക്കുകയാണ് ശ്രീ സുരേഷ് കുമാർ. നിങ്ങളുടെ പരാജയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട ഘടകമായിരിക്കുന്ന ആശാസമരം കൂടിയാണ്. അനുവദിക്കാതെ നിങ്ങൾ മറ്റാരും അല്ലല്ല, നിങ്ങൾ മറ്റ് ആളുകൾ CPM-നെ വിമർശിക്കുമ്പോൾ, CPM-ന്റെ നയങ്ങളെ വിമർശിക്കുമ്പോൾ അവർക്ക് പ്രോത്സാഹനജനകമായിട്ടുള്ളൊരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ അവരിലേക്ക് കൊടുക്കുന്നത് നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങനെ തുടർച്ചയായി ഇടപെടുകയാണ്. ഈ ആശമാരുടെ പ്രതിനിധികളായി സമരം ചെയ്ത ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് തൽക്കാലം ഇത്ര മതി. അതല്ല, അതിനപ്പുറത്തേക്ക് ഇതിനേക്കാൾ കൂടുതൽ വേണമെന്ന് ഞങ്ങളോട് ഇന്ന് പകൽ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഈ പറഞ്ഞ വാഗ്ദാനം സർക്കാർ നിറവേറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവരുടെ ശബ്ദം നേർത്തതോ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിലോ എത്താതെയോ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിരോധാഭാസകരമായിട്ടുള്ളൊരു സാഹചര്യം. അതവിടെ നിന്നോട്ടെ. പിന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും പറയണമെന്നുള്ളത് കൊണ്ടാണ് ഈ വികസന വിരുദ്ധർ അല്ലെങ്കിൽ വികസനത്തെ നയിക്കുന്ന ആളുകൾ എന്ന രൂപത്തിലേക്ക് ഇവിടെ സബ്ജക്റ്റ് എക്സ്പെർട്ടായി പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന സാർ ഇവിടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെ വികസന വിരുദ്ധർ എന്ന് ചിത്രീകരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നാളെ മുതൽ ഇവിടെ വികസന സാധ്യതകൾ നടപ്പിലാക്കാൻ പോകുന്ന ആളുകൾ അവരെങ്ങനെ ജനങ്ങളോട് പറയും? ഇന്നലെ വരെ വന്നതെല്ലാം എതിർത്തത്, തുരങ്കപാത അതും ഞങ്ങൾ എതിർക്കും, ഞങ്ങൾ പട്ടയം കൊടുക്കുന്നത് അതും ഞങ്ങൾ എതിർക്കും. ഇങ്ങനെ അക്കമിട്ട് നിരത്തി വാർത്താ സമ്മേളനത്തിൽ അടിക്കടി വികസനത്തെ വിരോധാഭാസ നിലയിൽ എതിർത്തുകൊണ്ടിരുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നാളെ മുതൽ എങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് തങ്ങളുടെ വികസന നയം നടപ്പിലാക്കും എന്നതാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. പിന്നെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ തന്നെയാണ് വികസന പ്രവർത്തനം സാധ്യമാക്കേണ്ടതെന്ന് ഇടതുപക്ഷം എത്ര കാലം മുമ്പേ അവർ പാർട്ടി സമ്മേളനങ്ങളിലും തീരുമാനങ്ങളിലും കൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. പക്ഷേ എന്ന് പറഞ്ഞ് നമുക്ക് പാലം നിർമ്മിക്കുമ്പോൾ പഴയ നിലയിൽ കേരളത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ തെങ്ങിൻ തടിയിൽ പാലം നിർമ്മിക്കാറുണ്ട്. അങ്ങനെ പാലം ആ രൂപത്തിൽ നിർമ്മിക്കണം എന്ന് വാശി പിടിക്കാൻ വേണ്ടി പറ്റുമോ? ഇപ്പോൾ കൊറിയൻ മോഡൽ വേണമോ, ചൈനീസ് മോഡൽ വേണമോ, അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള മോഡൽ വേണമോ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച സബ്ജക്റ്റ് എക്സ്പേർട്സിൻ്റെ കീഴിൽ, വലിയ എഞ്ചിനീയർമാരുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളിപ്പോഴും ഈ രൂപത്തിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേഗത വേണ്ട, ഈ വേഗത മതി എന്ന് സഹോദരി പറഞ്ഞാൽ ആ വേഗത മതി എന്ന് പറയുന്നതിനാണ് പ്രാമുഖ്യം ലഭിക്കുന്നതെങ്കിൽ കേരളത്തിലെ മറ്റ് ജനവിഭാഗങ്ങൾ അതിനോടൊപ്പം നിൽക്കേണ്ടുന്നൊരു സാഹചര്യമാണ്. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ആ മാൻഡേറ്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ അതെങ്ങനെ ലഭിച്ചു എന്നത് കൂടി പരിശോധിക്കേണ്ടേ ശ്രീ സുരേഷ് കുമാർ? അല്ല, തീർച്ചയായും സ്മൃതി, ഞാനത് തർക്കിക്കുന്നില്ല. അങ്ങനെ ഇവിടെ പറയുന്നുണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാടുണ്ട് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. നിങ്ങൾ നോക്കൂ, എത്രമാത്രം മാധ്യമങ്ങളും നിങ്ങളെല്ലാവരും, ഇപ്പോൾ സ്മൃതി എന്നെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ഈ ചർച്ചയിലല്ല, ഞാൻ കേട്ടൊരു വേറൊരു ചർച്ചയിലാണ്, ഇതൊരു ഹണിമൂൺ പീരീഡാണ്, അവർക്ക് വേണ്ടത്ര സമയം അനുവദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ പക്ഷത്തോട് യോജിക്കുകയാണ്. പക്ഷേ ഇന്ന് എറണാകുളത്ത് പര്യത്തുകാവിൽ പട്ടികജാതി ഉന്നതിയിലുള്ള പാവങ്ങൾ അടികൊണ്ട് അവിടെ പുളഞ്ഞ് വേദനിച്ച് നിലവിളിക്കുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതാണ് ആഭ്യന്തരമന്ത്രി അടി കൊണ്ടതിന് ശേഷം ഇടപെട്ടു എന്ന കാര്യമാണ് മാധ്യമങ്ങൾക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, അവിടെ അടികൊണ്ടവരുടെ വേദന, അതിനോടൊപ്പം കരയാൻ, സങ്കടപ്പെടാൻ, ആ ഹൃദയവേദന ഒപ്പിയെടുക്കാൻ ഞങ്ങൾ ആരെയും കണ്ടില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും മാത്രമാണ് ആ പ്രതിഷേധത്തിയതും തവണയായി അവരെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ശ്രീ സുരേഷ് കുമാർ, ഇന്നിപ്പോൾ നടാടെ നടന്ന സംഭവമല്ല, 15 തവണ അവരെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഏത് കാലത്തായിരുന്നു എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ആ 14 തവണയും ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് ഇടപെട്ട് അതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് അവർക്ക് വൃത്തിയായി അവരെ പോലീസ് കയറി ആ പാവപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ ക്രൂരമായി വേട്ടയാടിയിട്ടുണ്ട്. എന്തേ നമ്മുടെ മാധ്യമങ്ങൾ അത് തമസ്കരിക്കുന്നു? പറയട്ടെ, രാജു പിതാർ മറുപടി പറയട്ടെ. ഇനി സമയക്കുറവുള്ളതുകൊണ്ടാണ്. നമുക്ക് 8:11 ഇനി ശ്രീ രാജു പിതാർ മറുപടി. അങ്ങ് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ശ്രീ രാജു പിതാർ,
ഒന്ന്, വന്ദേ മാതരം പാടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിവില്ലായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ പൂർണ്ണമായി പാടുമെന്ന് അറിവില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാണ് ഞാൻ കേട്ടത്. ഇനി പാടുമെന്നുള്ള അറിവേ ഉണ്ടായിരുന്നില്ല എന്നൊരു വാദം നിങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ എറണാകുളത്തെ ഈ മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ വിഷയം, അത് ഒരു സുപ്രീം കോടതി ഉത്തരവുമായിട്ടാണ് അഭിഭാഷക കമ്മീഷൻ വരുന്നത്. പക്ഷേ മനുഷ്യത്വരഹിതമായ നീക്കമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പോലീസ് നടപടി അങ്ങ് ശ്രദ്ധിക്കുക. ഈ 14 തവണയും അവരെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോഴും അവിടെ പോലീസ് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ, ഇത്തവണ വന്നിട്ട് ഒരു പ്രത്യേകമായ ഒരു പോലീസിന്റെ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തോ ഒരു സംഭവം അതിലുണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ആഭ്യന്തരമന്ത്രി പെട്ടെന്ന് തന്നെ DGP വിളിക്കുന്നു, ദൃശ്യങ്ങൾ തത്സമയം ചാനലുകൾ കണ്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ പോലീസിനെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചോ ശ്രീ രാജു പി നായർ? അങ്ങയുടെ ജില്ല കൂടിയാണല്ലോ. ഞാൻ അതിലേക്ക് എത്താൻ മുമ്പായിട്ട് അദ്ദേഹം ഈ വന്ദേമാതരത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, ഈ ഗവർണറുടെ ഓഫീസിൽ നിന്ന് വേദിയിൽ മറ്റു വിശിഷ്ടാദികളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വേണ്ടി ഞങ്ങളത് മാറ്റി, അപ്പോൾ വന്ദേമാതരം മാറ്റാമായിരുന്നില്ല എന്നാണ്. ഇങ്ങനെ പച്ചക്കള്ളം പറയരുത് ശ്രീ സുരേഷ് കുമാർ. ഞാൻ ആ ചടങ്ങിന്റെ ഒരുക്കങ്ങളിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ്. ഞാൻ അവിടെ നോക്കിയാലും മാറ്റാൻ ഞാൻ പറഞ്ഞു. അവര് ഈ പറയാത്ത കാര്യം പറയരുത്. അങ്ങ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പറയാത്ത കാര്യം പറയരുത്. വന്ദേ മാതരം വന്ദേ മാതരത്തിന്റെ അംഗീകരിക്കപ്പെട്ട രണ്ട് സ്റ്റാൻസയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ശരി, പറയട്ടെ. പാടുന്നതേ അറിവില്ല എന്നുള്ളതാണ് പലതവണ ആവർത്തിച്ചത്. അദ്ദേഹം പറയട്ടെ. അല്ല, അവിടുത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷ ചുമതലയുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെയും സെക്യൂരിറ്റി വിഷയം കൊണ്ടുകൊണ്ട് അവരെ താഴെത്തിരുത്താൻ പറ്റില്ല എന്നുള്ളത് സുരക്ഷാ ഉദ്യോഗസ്ഥരെടുത്ത നിലപാടാണ്. അവർ താഴെത്തിരുന്നാൽ അവർ ഒരു സാനിറ്റൈസിങ് ഏരിയ ഉണ്ട്. ആ ഏരിയ ഉണ്ടാക്കുന്ന അവിടെ നിന്ന് പിന്നെ 40 അടി പിന്നെയും മാറേണ്ടി വരും. അതുകൊണ്ട് അത്തരത്തിൽ കഴിയില്ല എന്നുള്ള നിലപാടെടുത്തപ്പോഴാണ് എന്നാൽ എല്ലാവരും മുകളിലിരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അല്ലാതെ ഞങ്ങൾ അവരുടെ പരിപാടികൾ മാറ്റിയതല്ല. സത്യപ്രതിജ്ഞാ ചടങ്ങ് മുഴുവൻ നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ലോക് ഭവനാണ് എന്നുള്ളത് അറിയാത്തതല്ല. ഇത് വെറുതെ കള്ളം ഇതിനിടെ കൂടി കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇടതുപക്ഷത്തിൽ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞ് ഞാൻ മുതലക്കണ്ടി അദ്ദേഹം പറഞ്ഞപ്പോൾ മുഴുവൻ ഞാൻ മിണ്ടിയില്ല. അങ്ങ് പറഞ്ഞപ്പോഴൊന്നും ഞാൻ മിണ്ടിയില്ല. അദ്ദേഹം സുരേഷ് കുമാർ കുറച്ചുകൂടി മാന്യമായിട്ട് അത് ചോദിച്ചു കഴിഞ്ഞതാണല്ലോ. ഇടതിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതിന് സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം സൂചിപ്പിച്ചത് EMSന്റെ കാലവും മൂലം ഇങ്ങോട്ടേക്കാണ്. ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയന്റെ കാലത്തിൽ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഉദാഹരണം ഇല്ലായിരുന്നു. മനസ്സിലല്ലേ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതല്ലാതായി മാറിയ ഒരു CPM ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അതുകൊണ്ടാണ് കഴിഞ്ഞ 10 കാലത്തെ ഞങ്ങൾ ഇതാണ് ഇടത് ഞങ്ങൾ നടത്തിയതെന്ന് പറയാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിൽവർ ലൈൻ പദ്ധതി നിങ്ങളെ ഇടതല്ലാതാക്കിയതൊന്നാണ്. അലനും താഹയും അറസ്റ്റ് ചെയ്ത് ജയിലിട്ട് നിങ്ങൾ ഇടത് അല്ലാതെ ആക്കിയ ഒന്നാണ്. അതുപോലെ തന്നെ KSRTC ഉൾപ്പെടെയുള്ളവർക്ക് ശമ്പളം കൊടുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയല്ല എന്നെടുത്ത നിലപാട് ഇടതല്ലാതെ ആക്കിയ നിലപാടാണ്. ആശാ വർക്കർമാരെ ചീത്ത വിളിച്ച് അപമാനിച്ചത് അവർക്ക് ഇടതല്ലാതാക്കിയതാണ്. ഞങ്ങൾ അവർക്ക് 21,000 കൊടുക്കാമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങൾ അവരനുഭവിച്ച ദുരിതത്തിന്റെ 268 ദിവസം അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റ് തലമുണ്ടലം ചെയ്ത് പോലും സമരം ചെയ്യേണ്ടി വരുന്ന ആ പാവപ്പെട്ട സഹോദരിമാർക്ക് പ്രതീക്ഷ കൊടുക്കാൻ, അവർക്ക് നൽകി അവരുടെ ആത്മാഭിമാനം തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ ആദ്യം അവർക്ക് 3,000 ആയിട്ട് കൂട്ടി എന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു ഘട്ടം ഘട്ടമായി ഞങ്ങൾ കൂട്ടും. പെൻഷൻ 1,600 നിന്ന് 2,500 ആക്കുമെന്ന് 2021 വാഗ്ദാനം ചെയ്തിട്ട് അധികാരമൊഴിയുന്നതിന് 3 മാസം മുമ്പ് ആ പെൻഷൻ 2,000 ആക്കി ഉയർത്തിയ നിങ്ങളുടെ ജനവഞ്ചനയല്ല, മറിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും എന്ന് ഉറപ്പ് കൊടുക്കാൻ വേണ്ടി
ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം അതാണ്. സ്ത്രീകളുടെ സൗജന്യ യാത്രയെ സംബന്ധിച്ചുള്ള തീരുമാനം ഞങ്ങൾ എടുത്തത് അതുകൊണ്ട് തന്നെയാണ്. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക വകുപ്പ് എന്നുള്ള ഞങ്ങളുടെ ഗ്യാരണ്ടി ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങൾ ചെയ്തത്. മറ്റുള്ളതിന് അല്പം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാൻ, അതും ഞങ്ങൾ ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷക്കൊത്ത് ഉയർന്നു വന്നൊരു ഗവൺമെന്റ് ആണെന്നുള്ളത് 2 ദിവസം കൊണ്ട് ആ സർക്കാരിന്റെ സമീപനത്തിൽ നിന്ന് തെളിയിച്ചാണ്. നിങ്ങൾ അകറ്റി നിർത്തിയ ജനങ്ങളെ മുഴുവൻ ഞങ്ങൾ ചേർത്തു പിടിക്കും. നിങ്ങൾ അടച്ച വാതിൽ, അവിടുത്തെ സമര കവാടം ഉൾപ്പെടെ ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നതിന് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി അടച്ച വാതിലുകൾ ഞങ്ങൾ തുറക്കും. ഞങ്ങൾ മാധ്യമങ്ങൾക്ക് അകത്തു കൊടുത്ത് ഈ സർക്കാരിന്റെ തീരുമാനങ്ങൾ എന്താണെന്ന് അവരിലൂടെ ഞങ്ങൾ ജനങ്ങളോട് പറയും. അങ്ങി പറഞ്ഞ 2 ദിവസം ഉണ്ടായ വലിയ തീരുമാനത്തിനൊപ്പം തന്നെ നിങ്ങളെ ശോഭ കെടുത്തുന്ന സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അല്ല പറയാം. മലയിടം തുരുത്തിനെ സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല ചാർജ് എടുക്കുന്ന അധികാരം ഏറ്റെടുത്തത് ഇന്നാണ്. അതിനുശേഷം മിനിറ്റുകൾക്കകം നടക്കുന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ അറിഞ്ഞപ്പോൾ തന്നെ മന്ത്രി ഇടപെട്ടു, അവിടുന്ന് പിൻവലിപ്പിച്ചു. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ കാലത്ത് ഗവൺമെന്റ് വെച്ച ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണത്തോടെ കണ്ടുപിടിക്കേണ്ടി വരും. ഈ സർക്കാരിന്റെ ശോഭ കെടുത്താൻ വേണ്ടി CPM-ന്റെ ഗൂഢാലോചനയോട് കൂടി നിലവിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു തെമ്മാടിത്തരം കാണിച്ചതാണോ എന്നുള്ളത് സർക്കാർ പരിശോധിക്കും. അധികാരം ഏറ്റെടുത്ത് മിനിറ്റുകൾക്കുള്ളിൽ നടന്ന സംഭവത്തിൽ ഫോണിലൂടെ വിളിച്ച് ആ പോലീസിനെ മുഴുവൻ അവിടുന്ന് മാറ്റാൻ പറഞ്ഞതാണ് സർക്കാരിന്റെ. പക്ഷേ ശ്രീ രാജു പി നായർ, സുപ്രീം കോടതി ഉത്തരവുണ്ട്. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ ബലത്തിലാണ് അവിടെ അഭിഭാഷക കമ്മീഷൻ ഇവരെ അവിടെ നിന്നും ഒഴിപ്പിക്കാൻ വരുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റൊരു വഴി, മറ്റൊരു ഇടം അവർക്ക് നൽകേണ്ടതുണ്ട്. സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ചാണ് എന്തുകൊണ്ട് പോലീസിനെ വിന്യസിക്കുന്നില്ല എന്ന ചോദ്യവും കോടതി ചോദിച്ചിട്ടുണ്ട്. ശ്രീ രാജു പി നായർ, അങ്ങ് മറ്റു കാര്യങ്ങൾ പരിശോധിച്ചോളൂ, പക്ഷേ പോലീസിനെ ഉപയോഗിച്ച് ചെയ്യണമെന്നൊരു കാര്യം കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. സ്മൃതി, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞത് കോടതിക്ക് പുറത്ത് അതിനൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. കോടതിക്ക് പുറത്ത് സെറ്റിൽമെന്റ് ഉണ്ടാക്കി ആ വിഷയം പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. 10 വർഷമായിട്ട് കോടതിക്ക് പുറത്തൊരു സെറ്റിൽമെന്റ് നടത്താൻ CPM ശ്രമിച്ചിരുന്നില്ല, പിണറായി വിജയൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ ഞങ്ങളുടെ സമീപനം അതായിരിക്കില്ല. അവരവിടെ നിന്ന് ഒരു കാരണവശാലും ഒഴിഞ്ഞു പോകാൻ ഉള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ശരി, വളരെ നന്ദി ശ്രീ രാജു പി നായർ, അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ശ്രീമതി സിന്ധു ജെയിംസ്, ശ്രീ ജയകുമാർ, ഒപ്പം തന്നെ ശ്രീ ദാമോദർ പ്രസാദ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.